കാണാമല്ലോ. ഓക്കെ, കാണാമല്ലോ. എഴുതുന്ന കാണാമല്ലോ. എഴുതുന്ന കാണാമല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ഇതിൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണ് അല്ലേ. നാലാമത്തെ സെഷനിൽ നമ്മൾ സ്റ്റീൽ റൂൾ എടുത്തു, സ്ക്രൈബർ, പഞ്ച്, ഹാമർ, വൈസ്, അത്രയും കാര്യങ്ങൾ എടുത്തു അല്ലേ. ചിസൽ, ക്ലാമ്പ്, അത്രയും കാര്യങ്ങൾ എടുത്തു. അപ്പോൾ നമുക്ക് ഇനി ഇത്രയും കാര്യങ്ങളും കൂടെ ആകുമ്പോഴത്തേക്ക് ഒന്നാമത്തെ മോഡ്യൂൾ തീരും. ഏതൊക്കെയാണ്? ഹാക്സോ ഫ്രെയിമും ബ്ലേഡും ഫയലും. ഹാക്സോ ഫ്രെയിമിൻ്റെ ബ്ലേഡുകൾ, അതുപോലെ തന്നെ ഹാക്സോയുടെ ബ്ലേഡുകൾ, പിന്നെ ഹാക്സോയുടെ ഫ്രെയിം, പിന്നെ ഫയൽ. ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ആ പോർഷൻ അത്രയും തീരുകയാണ്. നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഓരോന്ന് ഓക്കെ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? ഹാക്സോയായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹാക്സോ ഫ്രെയിം എന്നാണ് നമ്മുടെ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഹാക്സോ ഫ്രെയിം എന്താണ്? ഹാക്സോ ഫ്രെയിം പറയുന്നതല്ല, ഹാക്സോയുടെ ബ്ലേഡ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഹാക്സോ ഫ്രെയിം. എ ഹാക്സോ ഫ്രെയിം is used along with a blade to cut metals of different sections and is specified by the type and maximum length of the blade that can be fixed. അല്ലേ? അതായത് ഹാക്സോയുടെ ഫ്രെയിം നിങ്ങൾ കടയിൽ ചെന്ന് മേടിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് എന്തിന്റെ ടൈപ്പിന്റെ ബേസിസിൽ, ഏത് ടൈപ്പിന്റെ ബേസിസിലും, അതുപോലെ തന്നെ എത്ര ലെങ്ത് ഉള്ള ബ്ലേഡ് ആണ് ഇതിനകത്ത് നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഹാക്സോയുടെ ബ്ലേഡ് ഉണ്ടെങ്കിൽ എത്ര ലെങ്ത് ഉള്ള ബ്ലേഡ് ഇതിനകത്തോട്ട് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും അതിന്റെ ബേസിസിലും, അതുപോലെ തന്നെ ഏത് ടൈപ്പാണോ ഹാക്സോയുടെ ഫ്രെയിം മേടിക്കേണ്ടത്, അത് അല്ലെങ്കിൽ മേടിക്കുന്നതെന്ന് പറയുന്നത് ഏത് ടൈപ്പ് എന്ന് പറയും. ഏത് ടൈപ്പ്, ചിലപ്പോൾ ഫ്ലെക്സിബിൾ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മീൻസ് സോളിഡ് ആണോ അഡ്ജസ്റ്റബിൾ ടൈപ്പോ, ആ ഒരു ഇതിന്റെ ബേസിസിലായിരിക്കും. അതാണ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. നമ്മൾ പറയാം സ്പെസിഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത് എത്ര ബ്ലേഡിന്റെ ലെങ്ത് ആണോ ഇതിനകത്തോട്ട് പിടിപ്പിക്കേണ്ടത്. ഹാക്സോയുടെ ഫ്രെയിം ഉണ്ടെങ്കിൽ ആ ഫ്രെയിമിനകത്തോട്ട് എത്ര ലെങ്ത്തിന്റെ ബ്ലേഡ് ആണോ പിടിപ്പിക്കേണ്ടത് അത് പറയും. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് ഹാക്സോ ഫ്രെയിം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് അഡ്ജസ്റ്റബിൾ ഹാക്സോ ട്യൂബുലർ 250 to 300, അതായത് 250 മുതൽ 300 mm വരെ, 250 മുതൽ 300 mm വരെ ഹാക്സോയുടെ ബ്ലേഡ് പിടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഹാക്സോ ഫ്രെയിം എന്നുള്ള രീതിയിൽ നമുക്ക് കടയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹാക്സോ ഫ്രെയിം നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഹാക്സോ ഫ്രെയിം ആണ് പറഞ്ഞത്. ഹാക്സോ ഫ്രെയിം എന്നറിയപ്പെടുന്നത് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ. ഹാക്സോയുടെ ഫ്രെയിമിനെ നമ്മളെപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് മാക്സിമം ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാക്സിമം ലെങ്ത്തും, അതുപോലെ തന്നെ ഇതിന്റെ ടൈപ്പിന്റെ ബേസിസിലാണ്. മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 250 മുതൽ 300, അല്ലെങ്കിൽ 8 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയുള്ള ബ്ലേഡ് കൊണ്ട് എന്തിൽ പിടിപ്പിക്കാൻ വേണ്ടി പറ്റും, ഹാക്സോയുടെ ഫ്രെയിമിൽ പിടിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അല്ലെങ്കിൽ അതിന്റെ ടൈപ്പാണ്, ടൈപ്പുകൾ ഓരോന്നുണ്ട്. ഇതിപ്പം എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഹാക്സോ ഫ്രെയിം എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഇതാക്കുക. നോക്കാം, ടൈപ്പ് ഓഫ് ഹാക്സോ ഫ്രെയിംസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആണ് നമുക്ക് മേജർ ആയിട്ട് പറയുന്നത്. ടൈപ്പ് ഓഫ് ഹാക്സോ ഫ്രെയിം എന്നറിയപ്പെടുന്നത് മേജർ ആയിട്ട് നമ്മൾ പറയുന്നത് രണ്ട് ടൈപ്പാണ്. ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് സോളിഡ് ടൈപ്പ് എന്നും, രണ്ടാമത്തേന് പറയുന്നതായിരിക്കും അഡ്ജസ്റ്റബിൾ ടൈപ്പ് എന്നും. രണ്ട് ടൈപ്പ് ഓഫ് ഹാക്സോ ഫ്രെയിം ആണുള്ളത്. ഒരെണ്ണത്തിന് സോളിഡ് ടൈപ്പ് എന്നും മറ്റേ പറയുന്നത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് എന്നും. ഇനി നിങ്ങൾ അഡ്ജസ്റ്റബിൾ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിളിനകത്ത് എഗെയിൻ രണ്ടെണ്ണം ഉണ്ട്. അഡ്ജസ്റ്റബിൾ എടുത്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിളിനകത്ത് എഗെയിൻ രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് ട്യൂബുലാർ ടൈപ്പ് എന്നും, രണ്ടാമത്തേന് പറയുന്നത് ഫ്ലാറ്റ് ടൈപ്പ് എന്നും. നോക്കി, അഡ്ജസ്റ്റബിൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരെണ്ണത്തിന് ട്യൂബുലാർ എന്നും ഫ്ലാറ്റ് എന്നും. അപ്പോൾ പേര് പോലെ തന്നെയാണ് ഇതിനകത്ത് സോളിഡ് ഫ്രെയിം എന്നുള്ള സാധനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ടൈപ്പ് ഓഫ്, ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ഹാക്സോ ബ്ലേഡിനെ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോളിഡ് ആയിട്ടുള്ള ഫ്രെയിം എടുക്കുകയാണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഫ്രെയിമിന് 1A എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ A എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ലെങ്ത്, സേ എക്സാമ്പിൾ ഞാൻ കൊടുക്കുകയാണ് 250 mm ലെങ്ത് ഉള്ള ഒരു ഹാക്സോ ബ്ലേഡ് ആണുള്ളെങ്കിൽ അത് മാത്രമേ എന്തിൽ പിടിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഈ ഫ്രെയിമിൽ പിടിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ഇതിന് 300 mm ലെങ്ത് ഉള്ള ഒരു ഹാക്സോയുടെ ബ്ലേഡ് കിട്ടുകയാണെങ്കിൽ അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് എന്താണ് ഉപയോഗിക്കേണ്ടത്, വേറൊരു ടൈപ്പ് ഓഫ് ഹാക്സോ ഫ്രെയിം ഉപയോഗിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സാധനത്തിനായിരിക്കും നമ്മൾ എന്തെന്നറിയപ്പെടുന്നത് സോളിഡ് ടൈപ്പ് ഓഫ് ഫ്രെയിംസ് എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത് പറയുന്നതായിരിക്കും അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഓഫ് ഫ്രെയിം. അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഓഫ് ഫ്രെയിം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താ പ്രത്യേകത, ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ലെങ്ത്തുകൾ, ഓരോ ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലെങ്ത്തുകളുള്ള ബ്ലേഡുകളെ ഇതിനകത്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള സാധനത്തിനായിരിക്കും അഡ്ജസ്റ്റബിൾ ഫ്രെയിം ടൈപ്പ് എന്ന് പറയും. ഇനി അഡ്ജസ്റ്റബിൾ ഫ്രെയിം ടൈപ്പ് തന്നെ നമ്മൾ പറഞ്ഞു, അഡ്ജസ്റ്റബിൾ ഫ്രെയിം ടൈപ്പ്
ടൈപ്പ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ഫ്രെയിം ടൈപ്പിനെ 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരെണ്ണത്തിനെ നമ്മൾ ഫ്ലാറ്റ് ടൈപ്പ് എന്നും മറ്റേതിനെ പറയുന്നത് ട്യൂബുലാർ ടൈപ്പ് എന്നും. ഒരെണ്ണത്തിനെ ഫ്ലാറ്റ് എന്നും മറ്റൊരെണ്ണം ട്യൂബുലാർ എന്നും പറയും. നോക്കാം. ഫ്ലാറ്റ് ടൈപ്പ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫ്ലാറ്റ് ടൈപ്പിനെ നമ്മൾ പറയുന്നത് ഡിഫറന്റ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ്. അതായത് അഡ്ജസ്റ്റബിൾ ഫ്രെയിം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റാൻഡേർഡ് ഓഫ് ലെങ്ത് ഉള്ള എന്തിനെ പിടിപ്പിക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ബ്ലേഡുകളെ ഇതിനകത്തോട്ട് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. സേ എക്സാമ്പിൾ കൊടുക്കുന്നത് 250, 300 mm. 250 തന്നെ, അതായത് ഒരൊറ്റ ഫ്രെയിം ഉപയോഗിച്ചിട്ട് തന്നെ 2 ടൈപ്പ് ഓഫ് ഇതിനെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ടൈപ്പ് ആണ്. അഡ്ജസ്റ്റബിൾ ടൈപ്പിന്റെ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഫ്രെയിമിനുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ഇത് പറയുന്നത് ഫ്ലാറ്റ് ടൈപ്പ് ആണ്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പ് പറയുന്നതായിരിക്കും ട്യൂബുലാർ ടൈപ്പ്. ഈ ട്യൂബുലാർ ടൈപ്പിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത്, നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ കോമൺ ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്യൂബുലാർ ടൈപ്പ് ആണ്. ആ ട്യൂബുലാർ ടൈപ്പ് വരുന്ന ഏറ്റവും വലിയ ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റബിൾ ഫ്രെയിം ആണ്. അഡ്ജസ്റ്റബിൾ ഫ്രെയിമിനകത്തുള്ള ട്യൂബുലാർ ടൈപ്പ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത ഇറ്റ് ഗിവ്സ് എ ബെറ്റർ ഗ്രിപ്പ് ആൻഡ് കൺട്രോൾ. പ്രോപ്പർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഗ്രിപ്പും കൺട്രോളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ടൈപ്പിൽ ട്യൂബുലാർ ടൈപ്പ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഒരു ബെറ്റർ ഗ്രിപ്പും കൺട്രോളും ഉള്ളതുകൊണ്ടാണ്. ഇനി ഹാക്സോ ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ഹാക്സോയുടെ ഫ്രെയിമിന്റെ പാർട്സുകളും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്സുകൾ ഓരോന്നായിട്ട് നോക്കാം. ഹാൻഡിലുണ്ട്, ഒരു ഫ്രെയിം ഉണ്ട്, ട്യൂബുലാർ ഫ്രെയിം വിത്ത് ഹോൾസ് ഫോർ ലെങ്ത് അഡ്ജസ്റ്റ്മെന്റ്, റീറ്റൈനിങ് പിൻസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ബ്ലേഡ് ഹോൾഡർ ഉണ്ട്, അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ ഉണ്ട്, വിങ് നട്ട് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഓരോ പാർട്ടുകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു പാർട്ട് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ഏഴാമത്തെ പാർട്ട്. ഈ ഏഴാമത്തെ പാർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിങ് നട്ട് ആണ് അല്ലേ. വിങ് നട്ട് ആണ് ഏറ്റവും ഇതിലായിട്ട് അവസാനം കൊടുത്തിരിക്കുന്നത്. ഇനി ആറാമത്തെ പാർട്ട് എന്നറിയപ്പെടുന്ന വേറെ ഒന്നുമല്ല, ആറാമത്തെ പാർട്ട് എന്നറിയപ്പെടുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്ലേഡ് ഹോൾഡർ. അതായത് ഈ ബ്ലേഡിനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതായത് ഇതിന്റെ ലെങ്ത്തുകൾ മാറുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാണ് അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ എന്ന് പറഞ്ഞ സാധനമാണ് ഈ ആറാമത്തെ സാധനം, അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ. ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തെ പാർട്ട് വരുന്നതായിരിക്കും ഫിക്സഡ് ആയിട്ടുള്ള ബ്ലേഡ് ഹോൾഡർ. നോക്കി, അഞ്ചാമത്തെ പാർട്ട് വരുന്നത് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സാധനമായിരിക്കും നമ്മുടെ എന്തായിരിക്കും നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ബ്ലേഡ് ഹോൾഡർ. ഇത് ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനമായിരിക്കും ഫിക്സഡ് ബ്ലേഡ് ഹോൾഡർ. ഇനി നാലാമത്തെ പാർട്ടാണ് നമുക്ക് റീറ്റൈനിങ് പിന്നുകൾ. നാലാമത്തെ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ റീറ്റൈനിങ് പിന്നുകൾ, അതായത് ഈ റീറ്റൈനിങ് പിന്നിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ആ ഒരു ബ്ലേഡ് അല്ലെ, ആ ഒരു ബ്ലേഡിനെ നമ്മൾ എന്തിൽ പിടിപ്പിക്കുന്നത്, ഈ ഒരു ഫ്രെയിമുമായിട്ട് ഇങ്ങനെ ഇതാക്കുന്ന ആ ഒരു റീറ്റൈനിങ് പിന്നിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. ഇതാണ് റീറ്റൈനിങ് പിൻ എന്ന് പറഞ്ഞ സാധനം. റീറ്റൈനിങ് പിന്നാണ് നമ്മുടെ നാലാമത്തെ പാർട്ട്. അതിനുശേഷം മൂന്നാമത്തെ പാർട്ട് ട്യൂബുലാർ ഫ്രെയിം വിത്ത് ഹോൾസ് ഫോർ ലെങ്ത് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ഇതാണ് ട്യൂബുലാർ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. ഇതാണ് ട്യൂബുലാർ ടൈപ്പ്. ഈ ട്യൂബുലാർ ടൈപ്പിനകത്ത് കുറച്ച് ഹോളുകളും കാര്യങ്ങളും ഉണ്ട്. ഈ ഹോളുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ട്യൂബുലാറിൽ ഇതിനകത്ത് ഹോളുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഹെൽപ്പോട് കൂടി ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബ്ലേഡുകൾ നമുക്ക് ഓരോന്നായിട്ട് മാറ്റി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ആ ഒരു ഇതായിരിക്കും ഈ ഒരു മൂന്നാമത്തെ പാർട്ട് പറയുന്നത്, മൂന്നാമത്തെ സാധനം കേട്ടോ. മൂന്നാമത്തെ. ഇനി രണ്ടാമത്തെ സാധനം പറയുന്നത് ഫ്രെയിം ആണ്. ഈ ടോട്ടലി ഇരിക്കുന്ന സംഗതി ആയിരിക്കും ഫ്രെയിം. ഈ ടോട്ടലി പറയുന്ന സാധനത്തിനായിരിക്കും ഫ്രെയിം എന്നറിയപ്പെടണം, ഈ ഫ്രെയിം, ഈ രണ്ടാമത്തെ പാർട്ട്. ഇനി ഒന്നാമത്തെ പാർട്ട് എന്നറിയപ്പെടണം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പിടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സാധനം എന്തായിരിക്കും, അത് ഹാൻഡിലായിരിക്കും അല്ലെ. ഒന്നാമത്തെ പാർട്ട് എന്നറിയപ്പെടണം ഹാൻഡിലായിരിക്കും. ഇത് ഇത്രയാണ് ഇതിന്റെ പാർട്ടുകൾ. പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഫിഗർ വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും ചിലപ്പം ചോദിക്കുക. 3 മാർക്കല്ലേ ഉള്ളൂ. അപ്പം ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഹാക്സോയുടെ ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി അതിനുശേഷം അടുത്ത വരുന്ന സാധനമായിരിക്കും ഹാക്സോയുടെ ബ്ലേഡ് അല്ലെ. ഹാക്സോയുടെ ബ്ലേഡ്. അപ്പം ഹാക്സോയുടെ ബ്ലേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാക്സോയുടെ ബ്ലേഡ് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞിട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാക്സോയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒന്നെങ്കിൽ ലോ അലോയ് സ്റ്റീൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ ആയിരിക്കും. HSSO അല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീൽ ആയിരിക്കും മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാക്സോയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒന്നെങ്കിൽ ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ എന്തായിരിക്കാം നമ്മുടെ ഹൈ സ്പീഡ് സ്റ്റീൽ അല്ലെ, HSS എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. ഇനി അവിടെ തന്നെ അടുത്ത പറയുന്നത് അവൈലബിൾ ഇൻ എ സ്റ്റാൻഡേർഡ് ലെങ്ത്. അപ്പം മോസ്റ്റ് കോമൺലി ഹാക്സോയുടെ ബ്ലേഡ് അവൈലബിൾ ആവുന്ന ലെങ്ത്തുകൾ പറയുന്നത് എത്രയായിരിക്കും, 250-നും 300 mm മോസ്റ്റ് കോമൺലി നമുക്ക് ഹാക്സോയുടെ ബ്ലേഡുകളുടെ ലെങ്ത്തുകൾ അവൈലബിൾ ആവുന്നത്. എത്രയായിരിക്കും, 250 വരാം അല്ലെങ്കിൽ 300 വരാം. ഇനി നോക്കി, ഇനി ഇതിന്റെ പാർട്ടുകൾ നമ്മുടെ ഹാക്സോയുടെ ബ്ലേഡിന്റെ പാർട്ടാണ്. ഹാക്സോയുടെ ബ്ലേഡിന്റെ പാർട്ടുകളാണ് ഓരോന്നായിട്ട് പറയുന്നത്. ഇതിന്റെ ബാക്കിൽ ഇരിക്കുന്ന ഈ എഡ്ജിനെ ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ വരയ്ക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു എഡ്ജ് കാണുന്നുണ്ടല്ലോ, അതിനെ ബാക്ക് എഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ടോട്ടലി കാണുന്ന സാധനത്തിനെ ബാക്ക് എഡ്ജ് എന്ന് കാണിക്കും. ഇനി ഇതിന്റെ സൈഡിനെ പറയുന്നത് സൈഡ് എന്നായിരിക്കും അല്ലെ. 2
സൈഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ഇരിക്കുന്ന പോർഷൻ ആയിരിക്കും സൈഡ് എന്ന് പറഞ്ഞ സൈഡ്. ഇനി ഇതിന്റെ ഈ ഒരു പിന്നുകളുണ്ടല്ലേ, ഇതിന്റെ പിന്ന് നേരത്തെ ഒരു റീറ്റൈനിങ് പിൻ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആ ഒരു പിന്ന് കയറ്റി ഇടാൻ വേണ്ടി പിന്നിന്റെ ഹോളുകളും കാര്യങ്ങളും അറിയാലോ. ആ ഹോളിന്റെ അവിടെ നിന്ന് നിങ്ങൾ വരയ്ക്കുന്ന ഒരു ലൈനായിരിക്കും സെൻട്രൽ ലൈൻ എന്ന് അറിയപ്പെടുന്നത്. ചുമ്മാ അറിഞ്ഞിരിക്കുക, ഇതായിരിക്കും പിൻ ഹോൾ. ഇനി ഈ സെൻട്രൽ ലൈൻ മുതൽ തൊട്ടടുത്തുള്ള, അതായത് നമുക്ക് ആ ഒരു 2 പിൻ ഉണ്ടെങ്കിൽ ആ പിന്നുകളുടെ ഹോളുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എന്തിന്റെ ലെങ്ത് കിട്ടും? ഹാക്സോയുടെ ലെങ്ത് കിട്ടും കേട്ടോ. ഹാക്സോയുടെ ലെങ്ത് കിട്ടും. അതാണ് ഇപ്പോൾ പറഞ്ഞത് 250 മുതൽ അല്ലെങ്കിൽ 250ക്കും 300നും അവൈലബിൾ ആണെന്ന സാധനം. അപ്പോൾ ബാക്ക് എഡ്ജ്, സൈഡ്, സെൻട്രൽ ലൈൻ, ലെങ്ത്, പിൻ ഹോൾ, ഇതാണ് സാധനം കേട്ടോ. അതാണ് പേരുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാർട്സ് ഓഫ് ദ ഹാക്സോ ബ്ലേഡ് എന്നറിയപ്പെടുന്ന ബാക്ക് എഡ്ജ് ഉണ്ട്, സൈഡ് ഉണ്ട്, സെൻട്രൽ ലൈൻ ഉണ്ട്, പിൻ ഹോൾ എന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ്. ഇനി അതിനുശേഷം ടൈപ്പ് ഓഫ് ഹാക്സോ ബ്ലേഡ്, ഹാക്സോ ബ്ലേഡിന്റെ ടൈപ്പുകളും കാര്യങ്ങളും പറയാം. അപ്പൊ മേജർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹാക്സോയുടെ ബ്ലേഡിന്റെ ടൈപ്പും എഗെയിൻ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? 2ആയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരെണ്ണത്തിന് പറയുന്നത് ഓൾ ഹാർഡ് ബ്ലേഡ് എന്നും രണ്ടാമത്തേന് പറയുന്നത് ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്നും. ഓക്കെ, ഓൾ ഹാർഡ് ബ്ലേഡ് എന്നും ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്നും. പേര് പോലെ തന്നെ ഓൾ ഹാർഡ് ബ്ലേഡ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഹാക്സോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹാക്സോയുടെ എന്തിരിക്കുന്നു ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ ആ ബ്ലേഡിന്റെ ടോട്ടൽ പോർഷനും ഹാർഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ദ ഫുൾ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ബിറ്റ്വീൻ ദ പിൻസ്, അതായത് പിന്നുകളുടെ ഇടയ്ക്കുള്ള ആ ബ്ലേഡിന്റെ ഫുൾ പോർഷനും ഹാർഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിനെ ഓൾ ഹാർഡ് ബ്ലേഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഓൾ ഹാർഡ് ബ്ലേഡ് എവിടെയായിരിക്കും ഉപയോഗിക്കുന്നത്? ഹാർഡൻ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ മോസ്റ്റ് ആയിട്ടുള്ള ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽസിലായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി ഓൾ ഹാർഡ് ബ്ലേഡ് ഉപയോഗിക്കുന്നത്. എവിടെയൊക്കെ ഉപയോഗിക്കാം? ടൂൾ സ്റ്റീൽ ഉപയോഗിക്കാം, ഡൈ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ടൂൾ സ്റ്റീൽ, ഡൈ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ഇതൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഹാക്സോ ബ്ലേഡ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഉപയോഗിക്കുക? ഓൾ ഹാർഡ് ടൈപ്പ് ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുക. അപ്പോൾ ഓൾ ഹാർഡ് ബ്ലേഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇതിന്റെ എന്തുണ്ട്? പിന്നുകൾ ഉണ്ടെങ്കിൽ ആ പിന്നുകളുടെ ഇടയ്ക്കുള്ള സാധനത്തിനായിരിക്കും നമ്മുടെ ഹാക്സോയുടെ ലെങ്ത് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹാക്സോയുടെ ലെങ്ത് ഫുള്ളി എന്തായിരിക്കും? ഹാർഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിനെ ഓൾ ഹാർഡ് ബ്ലേഡ് എന്ന് പറയും. ഇനി അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഭയങ്കര ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ടൈപ്പ് ഓഫ് ഹാക്സോ ബ്ലേഡുകൾ ഉപയോഗിക്കുന്നത്. അത് ആർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും? ടൂൾ സ്റ്റീലിന്, ഡൈ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുക. ഇനി അതിനുശേഷം അടുത്ത ടൈപ്പ് പറയുന്ന സാധനമായിരിക്കും ഫ്ലെക്സിബിൾ ബ്ലേഡ് അല്ലെ. ഫ്ലെക്സിബിൾ ബ്ലേഡിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ടീത്തുകൾ, ഇതിന്റെ ടീത്ത് പോർഷൻ കണ്ടില്ലേ, ഈ ഒരു ലെങ്ത്തിന്റെ ഇടയ്ക്കായിരിക്കും ഈ ടീത്ത് പോർഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആ ടീത്ത് പോർഷൻ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? ഹാർഡൻ ചെയ്തിട്ടുണ്ട്. ടീത്ത് പോർഷൻ മാത്രം ഹാർഡൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഗതി ആയിരിക്കും ഫ്ലെക്സിബിൾ ബ്ലേഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിൾ ബ്ലേഡ് ഒക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഉപയോഗിക്കുന്നത്? കർവ്ഡ് ലൈൻ അല്ലെ, ഫ്ലെക്സിബിൾ, അതായത് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ബ്ലേഡുകളായിരിക്കും. അതുകൊണ്ട് കർവ്ഡ് ആയിട്ടുള്ള ലൈനുകളിലെ കട്ട് ചെയ്യണമെങ്കിൽ ഇത് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഫ്ലെക്സിബിൾ ബ്ലേഡ് ആയിരിക്കും. ഇനി അതുപോലെ നോക്കി, ബിക്കോസ് ഓഫ് ദിയർ ഫ്ലെക്സിബിലിറ്റി ദീസ് ബ്ലേഡ്സ് ആർ യൂസ്ഫുൾ ഫോർ കട്ടിങ് എലോൺ കർവ്ഡ് ലൈൻ. കർവ്ഡ് ലൈനുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഫ്ലെക്സിബിൾ ബ്ലേഡുകൾ ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ അടുത്ത് പറയുന്ന ഫ്ലെക്സിബിൾ ബ്ലേഡ് ഷുഡ് ഹാവ് എ തിന്നർ ദാൻ ഓൾ ഹാർഡ് ബ്ലേഡ്. അപ്പം ഓൾ ഹാർഡ് ബ്ലേഡും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ബ്ലേഡും രണ്ടും തമ്മിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഹാർഡ് ബ്ലേഡ് കുറച്ചുകൂടെ തിക്കർ ആയിരിക്കും അല്ലെ, കുറച്ചുകൂടെ കട്ടി കൂടുതലാണ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ തിക്നെസ് കൂടുതലായിരിക്കും. അതേസമയം ഫ്ലെക്സിബിൾ ബ്ലേഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തിക്നെസ് ഭയങ്കര കുറവായിരിക്കും. എത്രയുടെ വാല്യൂ ഒന്നും നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഓൾ ഹാർഡിനെയും ഫ്ലെക്സിബിൾ ബ്ലേഡിനെ എങ്ങനെയാണ് തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഹാർഡ് ബ്ലേഡ് കുറച്ചുകൂടെ തിക്കർ ആയിരിക്കും, അതേസമയം ഫ്ലെക്സിബിൾ ബ്ലേഡ് കുറച്ചുകൂടെ തിന്നർ ആയിരിക്കും. ഫ്ലെക്സിബിൾ ബ്ലേഡ് കർവ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതിന്റെ ടീത്ത് പോർഷൻ മാത്രമേ ഹാർഡൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി പോർഷൻ ഒന്നും ഹാർഡൻ ചെയ്തിട്ടില്ല. അതേസമയം ഓൾ ഹാർഡ് ബ്ലേഡ് ആണെങ്കിൽ അതിന്റെ എല്ലാ പോർഷനും ഹാർഡൻ ചെയ്തിട്ടുണ്ട്. ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഉപയോഗിക്കുക. ഇത് തമ്മിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫ്ലെക്സിബിൾ എന്താണ്, ഓൾ ഹാർഡ് ടൈപ്പ് ഓഫ് ബ്ലേഡ് എന്താണ്. ഇനി അതുപോലെ തന്നെ അടുത്ത പറയുന്ന സാധനമായിരിക്കും പിച്ച് ഓഫ് ദ ബ്ലേഡ്. പിച്ച് ഓഫ് ദ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇതിനകത്ത് ഇങ്ങനെയാണല്ലോ ടീത്തും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ ടീത്തും കാര്യങ്ങളും, അതായത് ഒരു ടീത്തിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മുതൽ അടുത്ത ടീത്തിന്റെ അടുത്ത പർട്ടിക്കുലർ പോർഷൻ വരെയുള്ള ഡിസ്റ്റൻസിനായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി എന്തെന്ന് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസ്റ്റന്റ് ടീത്ത്, അടുത്തടുത്തുള്ള ആ ടീത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനായിരിക്കും നമ്മൾ സാധാരണയായിട്ട് എന്തെന്ന് അറിയപ്പെടുന്നത്? പിച്ച് എന്നറിയപ്പെടുന്നത്. അതിന് എന്ത് തന്നെയായിരുന്നല്ലോ, നമ്മുടെ ത്രെഡും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ അതിനകത്തും ഇത് തന്നെയായിരിക്കും പിച്ചിന്റെ ഡെഫിനേഷൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എന്താണ് ഹാക്സോയുടെ ബ്ലേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിച്ച് പറയുന്നത് ഹാക്സോയുടെ ബ്ലേഡിലും ടീത്തും കാര്യങ്ങളുണ്ട്. ആ ടീത്തുകൾ തൊട്ട് അടുത്തടുത്തിരിക്കുന്ന ആ ടീത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനായിരിക്കും പിച്ച് എന്ന് പറയുന്നത്. പിച്ച് ഓഫ് ദ ബ്ലേഡ്. അപ്പം വേണമെങ്കിൽ ചോദിക്കാം പിച്ച് ഓഫ് ദ ബ്ലേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പിച്ച് ഓഫ് ദ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസ്റ്റന്റ് ടീത്ത്, അടുത്തടുത്തുള്ള ടീത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനായിരിക്കും പിച്ച് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ക്ലാസിഫിക്കേഷനും പിച്ച്, അതായത് 3 ടൈപ്പ് ആയിട്ടായിരിക്കും നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കോഴ്സ് പിച്ച്, മീഡിയം പിച്ച്, ഫൈൻ പിച്ച്. കോഴ്സ് പിച്ച് ഉണ്ട്, മീഡിയം പിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഫൈൻ പിച്ച് ഉണ്ട്. അപ്പോൾ കോഴ്സ് പിച്ച് എടുക്കുകയാണെങ്കിൽ കോഴ്സ് പിച്ചിന്റെ അല്ലെങ്കിൽ കോഴ്സ് ടൈപ്പ് എടുക്കുകയാണെന്ന് വെച്ചോ, കോഴ്സ് ആയിട്ടുള്ള ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ
കോഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ പിച്ച് വരുന്നത് എത്രയായിരിക്കും? 1.8 mm. ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. കോഴ്സ് ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിച്ച്, കോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലെങ്കിൽ കോഴ്സ് ടൈപ്പ് ഓഫ് ബ്ലേഡ് ഉണ്ട്. അങ്ങനെ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ആ ടീത്തുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, തൊട്ടടുത്തടുത്തുള്ള ആ ഒരു ടീത്തുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ 1.8 mm ആയിരിക്കും. ഇനി അതേസമയം മീഡിയം എടുക്കുകയാണെങ്കിൽ മീഡിയത്തിന്റെ സംഗതി പറയുന്നത് ഒന്നെങ്കിൽ 1.4 mm ആയിരിക്കും പിച്ച്, അല്ലെങ്കിൽ എന്ത് വരാം, അല്ലെങ്കിൽ 1.4 mm അവൈലബിൾ ആണ്, അതുപോലെ തന്നെ 1 mm പിച്ചിലും അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് പറയുന്നത് ഫൈൻ ആണ്. ഇനി ഫൈൻ ടൈപ്പിന്റെ പ്രത്യേകം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പിച്ച് എന്നറിയപ്പെടുന്ന 0.8 mm. ഇത് കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ 1.8 mm, മീഡിയം എടുക്കുകയാണെങ്കിൽ 1.4 ഉം 1 mm, ഫൈൻ എടുക്കുകയാണെങ്കിൽ 0.8 mm. ഓക്കെ. ഇനി ഹാക്സോയുടെ നമ്മുടെ ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ ബ്ലേഡിനും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുന്ന സമയത്ത് ബ്ലേഡിന് എന്ത് പറഞ്ഞിട്ടായിരിക്കും മേടിക്കുക. അപ്പോൾ നോക്കാം ഹാക്സോയുടെ ബ്ലേഡിനെ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ലെങ്ത്തിന്റെ ബേസിസിൽ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ലെങ്ത് അവൈലബിൾ ആവുന്നത് എത്രയായിരുന്നു? 250 അവൈലബിൾ ആയിരുന്നു, 300 അവൈലബിൾ ആയിരുന്നു. അത് കണ്ടില്ല, 250 മേടിക്കാൻ വേണ്ടി പറ്റും, 300 മേടിക്കാൻ വേണ്ടി പറ്റും, സ്റ്റാൻഡേർഡ് ആണ്. ഇനി അതുപോലെ തന്നെ പിച്ചിന്റെ ബേസിസിൽ മേടിക്കാൻ വേണ്ടി പറ്റും. പിച്ചിന്റെ ബേസിസിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് അല്ലേ, കോഴ്സ് പിച്ച് എന്നും അതുപോലെ തന്നെ മീഡിയം പിച്ച് എന്നും അതുപോലെ തന്നെ ഫൈൻ പിച്ച് എന്നും പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. കോഴ്സ് പിച്ച്, മീഡിയം പിച്ച്, ഫൈൻ പിച്ച്. ഇനി അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഹാക്സോയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. മെറ്റീരിയൽ എന്ന് പറയപ്പെടുന്ന എന്തൊക്കെ പറഞ്ഞു, നമുക്ക് ലോ അലോയ് സ്റ്റീലിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റീലിലും അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റീരിയൽ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് സ്പെസിഫിക്കേഷനുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്, ലെങ്ത്തിന്റെ ബേസിസിലും ഇതാക്കാം, പിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ദ മെറ്റീരിയലിന്റെ ബേസിസിലും പറയാം. ഇനി അതുപോലെ തന്നെ വിത്ത് ആൻഡ് തിക്നെസ് ഓഫ് ദ ബ്ലേഡ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. ഇതിനൊരു പർട്ടിക്കുലർ വിത്തും പർട്ടിക്കുലർ തിക്നെസ്സും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്റ്റാൻഡർഡൈസ് അങ്ങ് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള വാല്യൂ വെച്ചിരിക്കുന്നത്, അത് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അതിനെ സ്പെസിഫൈ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വാല്യൂവിൽ അങ്ങ് കീപ്പ് അപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചൊന്നും നമുക്ക് ടെക്സ്റ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്തിന്റെയൊക്കെ ബേസിസിൽ വരാം, ലെങ്ത്തിന്റെ ബേസിസിൽ വരാം, പിച്ചിന്റെ ബേസിസിൽ വരാം, ടൈപ്പ് ഓഫ് മെറ്റീരിയലിന്റെ ബേസിസിൽ വരാം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനം 300 എന്ന് കാണിക്കുന്ന ആദ്യത്തെ സംഗതി എന്തായിരിക്കും, അത് അദ്ദേഹത്തിന്റെ ലെങ്ത് ആയിരിക്കും. അടുത്ത 1.8 mm എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അത് പിച്ചിന്റെ ബേസിസിലാണ്, അതിനെ കോഴ്സ് പിച്ച് എന്നായിരിക്കും പറയുന്നത്, അത് പിച്ചാണ്. അതുപോലെ LA എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ലോ അലോയ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത് എന്തായിരിക്കും, അത് ഏത് ടൈപ്പ് ആണ്, ഓൾ ഹാർഡ് ബ്ലേഡ് ആണോ അല്ലെങ്കിൽ എന്തായിരിക്കാം, ഫ്ലെക്സിബിൾ ബ്ലേഡ് ആണോ എന്ന് പറഞ്ഞതും ആ ഒരു ഇതും ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇത് ടൈപ്പിന്റെ ബേസിസിൽ നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ ഓൾ ഹാർഡ് ബ്ലേഡിനാണോ അല്ലെങ്കിൽ എന്ത് വരാം, ഫ്ലെക്സിബിൾ ടൈപ്പ് ഓഫ് ബ്ലേഡ് ആണോ, അതിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. 300 എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, 1.8 mm എന്ന് പറഞ്ഞ സാധനം കോഴ്സ്, ഏത് ടൈപ്പ് ഓഫ് പിച്ച് ആണ്, അതുപോലെ തന്നെ നമുക്ക് LA എന്ന് ഉദ്ദേശിക്കുന്നത് ലോ അലോയ് അല്ലെ, ലോ അലോയ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഓൾ ഹാർഡ് ബ്ലേഡ് എന്നാണ് ഈ സാധനത്തിന് പറയുന്നത് അല്ലെ, ഇത് ഓൾ ഹാർഡ് ബ്ലേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്പിന്റെ ബേസിസിലാണ്. നോക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി അവസാനത്തെ കുറച്ച് കാര്യം കൂടെ ഉള്ളൂ, ഇതും കൂടെ നോക്കാം. ടു പ്രിവെന്റ് ദ ഹാക്സോ ബ്ലേഡ് ബീയിങ് ബെൻഡ് വെൻ പെനട്രേറ്റിംഗ് ഇൻ ദ മെറ്റീരിയൽ, അതായത് ഒരു മെറ്റീരിയലിനെ പുറത്ത് നിങ്ങൾ ഹാക്സോയുടെ ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പം ഹാക്സോയുടെ ബ്ലേഡ് ചിലപ്പം ബെൻഡ് ആവും അല്ലെ, ചിലപ്പോൾ ബെൻഡ് ആവും. ഇപ്പോൾ ബെൻഡ് ആകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് കട്ടൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ ചിലപ്പം ബ്ലേഡ് പൊട്ടാനുള്ള ഒരു സിറ്റുവേഷൻ വരാം. അപ്പൊ അങ്ങനെയുള്ള സംഗതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം അങ്ങനെയുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ബ്ലേഡ് അല്ലെങ്കിൽ ആൻഡ് ടു അലോ ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ബ്ലേഡ് ടു കട്ട് ടു ബി ബ്രോഡർ ദാൻ ദ തിക്നെസ് ഓഫ് ദ ഹാക്സോ ബ്ലേഡ്, ബ്ലേഡിന്റെ തിക്നെസ്സിനെ കട്ടിങ് കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ട് ഇത് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് പോകണം അല്ലെ, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഹാക്സോയുടെ ബ്ലേഡ് ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഹാക്സോയുടെ ബ്ലേഡിനെ ഒരു പർട്ടിക്കുലർ മാനറിൽ അങ്ങനെ കീപ്പ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, എങ്ങനെയാണ്, ടു അച്ചീവ് ദ സെറ്റിംഗ് ദ ഹാക്സോ ടീത്ത് ദർ ആർ 2 ടൈപ്പ് ഓഫ് ഹാക്സോ ടീത്ത് സെറ്റിംഗ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സർഫസിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹാക്സോയുടെ ബ്ലേഡ് ചിലപ്പോൾ ബെൻഡ് ആയി ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കട്ട് എടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും വരാം. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഹാക്സോയുടെ ടീത്തുകളെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുന്നത് മേജർ ആയിട്ട് 2 രീതിയിലുള്ള സെറ്റിംഗ് ആയിരിക്കും നടക്കുന്നത്. ഒരെണ്ണത്തിനെ സ്റ്റാഗേർഡ് സെറ്റിംഗ് എന്നും മറ്റൊരെണ്ണത്തിനെ വേവ് സെറ്റിംഗ് എന്നും പറയും. ഒരെണ്ണത്തിന് എന്താ പറയുന്നത്, സ്റ്റാഗേർഡ് സെറ്റിംഗ് എന്നും മറ്റൊരെണ്ണത്തിനെ വേവ് സെറ്റിംഗ് എന്നാണ് പറയുന്നത്. നോക്കാം, ഓരോ സെറ്റിംഗ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്.
അപ്പോൾ ഒന്നാമത്തെ സംഗതി അവർ പറയുന്നത് സ്റ്റാഗേർഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞ സംഗതിയാണ് അല്ലെ. സ്റ്റാഗേർഡ് സെറ്റിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? ആൾട്ടർനേറ്റ് ടീത്ത് ഓർ ഗ്രൂപ്പ് ഓഫ് ടീത്ത് ആർ സ്റ്റാഗേർഡ്, അതായത് അടുത്തടുത്തുള്ള ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അടുത്തടുത്തുള്ള സാധനത്തിന്, അതായത് ഇങ്ങനെ ഒരു ടീത്തിനെ വെക്കുന്നുണ്ട്, അടുത്ത ഇങ്ങനെ ഒരു ടീത്തിനെ വെക്കുന്നുണ്ട്, ഇങ്ങനെ ഉള്ള രീതിയിലാണ് വെക്കുന്നതെങ്കിൽ ആ ഒരു രീതിനെ അല്ലെങ്കിൽ അപ്പം ഇത് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാധനത്തിനായിരിക്കും സ്റ്റാഗേർഡ് എന്നറിയപ്പെടുന്നത്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞത് ഒരു ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റെപ്പ് രീതിയിലായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു ഹാക്സോയുടെ ബ്ലേഡ് എങ്ങനെ അങ്ങ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ രീതിയിലായിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു പ്രിവെന്റ്, അതായത് ഇത് ഒരു നല്ലൊരു ചിപ്പിന്റെ ക്ലിയറൻസ്, അതായത് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ചിപ്പിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലിയറൻസ് കിട്ടും. ഇത് ഇതിന്റെ ഇടയിലൊന്നും ഗ്യാപ്പിലൊന്നും ഫില്ല് ചെയ്യാതിരിക്കും. അപ്പൊ അത് നല്ല രീതിയിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇതിന്റെ സെന്റൻസ് അങ്ങനെ വായിച്ചു വയ്ക്കുക, കാരണം അത് തന്നെയായിരിക്കും ഡയറക്റ്റ് ചോദിക്കുന്നത്. ആൾട്ടർനേറ്റ് ടീത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീത്ത് ആർ സ്റ്റാഗേർഡ്, ആൾട്ടർനേറ്റ് ആയിട്ടുള്ള തൊട്ടടുത്തിട്ടുള്ള ആ ഒരു സാധനത്തിനെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? സ്റ്റാഗേർഡ് സെറ്റ് എന്നറിയപ്പെടുന്നത്. ദ അറേഞ്ച്മെന്റ് ഹെൽപ്സ് ഫോർ ഫ്രീ കട്ടിങ്, ഈ ഒരു അറേഞ്ച്മെന്റ് ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഫ്രീ കട്ടിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് ഫോർ ഗുഡ് ചിപ്പ് ക്ലിയറൻസ്, അല്ലെ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചിപ്പ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാഗേർഡ് ടൈപ്പ് എന്നറിയപ്പെടുന്നത്, സ്റ്റാഗേർഡ്. ഇനി അതിനുശേഷം അടുത്ത നമ്മൾ പറയുന്നതായിരിക്കും വേവ് സെറ്റ്, അല്ലെ, വേവ് സെറ്റ്. നെക്സ്റ്റ് പറയുന്ന സാധനമായിരിക്കും വേവ് സെറ്റ്. നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ദ ടീത്ത് ഓഫ് ദ ബ്ലേഡ് ആർ അറേഞ്ച്ഡ് ഇൻ എ വേവ് ഫോം. അപ്പൊ ഈ ഒരു സാധനത്തിനകത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ടീത്തുകൾ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേവിന്റെ ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ ടൈപ്പ് ഓഫ് സെറ്റ് ഫോർ ഡിഫറെന്റ് പിക്ചേഴ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന സംഗതിയിൽ ഡിഫറെന്റ് പിക്ചേഴ്സിൽ കാണിക്കുന്ന സാധനമാണ്. അതായത് ഒരു വേവിന്റെ രീതിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനായിരിക്കും വേവ് സെറ്റ് എന്ന്. ഇനി അതേസമയം എന്താ ഇങ്ങനെ ഇരിക്കുന്ന ആൾട്ടർനേറ്റ് ടീത്തുകൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് സ്റ്റാഗേർഡ് എന്നായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഹാക്സോ ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ട സാധനം. ഹാക്സോ ഫ്രെയിമും ഹാക്സോ ബ്ലേഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഫയലും കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റത്തെ മൊഡ്യൂളുകളുടെ പരിപാടി തീരുകയാണേ. നോക്കാം ഫയലും കൂടെ. നമുക്ക് ഫയൽ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിപ്പിംഗ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ചിസൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് ചിപ്പിംഗ് എന്നായിരിക്കും പറയുന്നത്. അപ്പം ചിസൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു? ഫയലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെ. ഫയലിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർഫസ് ഫിനിഷിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഫയലിംഗ് എന്നുള്ള സാധനം. ഫയലിംഗിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. സർഫസ് ഫിനിഷിന് വേണ്ടിയിട്ട് ഹോണിങ്ങും ലാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ചിപ്പിംഗിൽ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സർഫസ് ഫിനിഷ് കിട്ടത്തില്ല. അതിനുശേഷം അടുത്ത് നമ്മൾ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? ഫയലിംഗ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും. അപ്പോൾ ഫയലിംഗ് എന്താ ചെയ്യുന്നത്? മെറ്റീരിയൽ റിമൂവൽ തന്നെയാണ്. നോക്കാം എന്താ പ്രോസസ്സ് എന്ന്. ഫയലിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ് ബൈ യൂസിങ് എ ഫയൽ. ഫയൽ എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിച്ചിട്ട് നമ്മുടെ എക്സസ് ഓഫ് മെറ്റീരിയൽ നമ്മുടെ വർക്ക് പീസിന്റെ പുറത്തുനിന്നുള്ള കേട്ടല്ല. വളരെ അത്രേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. കേട്ടില്ല, അത്രേ ഉള്ളൂ. അഞ്ചുമേലെ പോയാ അത്രേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ. ആ ടെക്സ്റ്റിനകത്ത് അത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് അത്രയും മാത്രം നോക്കിയാൽ മതി. കാരണം നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന സംഗതി ഇന്ന് തൊട്ടിട്ടില്ല, വേറെ ഒന്നും തൊട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഫർദർ ആയിട്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആഡപ്പ് ചെയ്ത് തരാം. ഓക്കെ, എക്സ്ട്രാ ഫിറ്ററിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചുമ്മാ ആഡപ്പ് ചെയ്ത് തരാം. ചുമ്മാ ആ സമയത്ത് കുറച്ച് ആഡ് ചെയ്ത് പറഞ്ഞാൽ ചുമ്മാ ഇപ്പോഴേ അങ്ങ് ഒരുപാട് അങ്ങ് എടുക്കണം. കാരണം 3 മാർക്കിന്റെ പ്രിഫറൻസ് അല്ലേ ഉള്ളൂ. നമുക്ക് വെൽഡറിന്റെ അല്ലെങ്കിൽ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാം. ഇത് ഫിറ്ററിന്റെ സാധനങ്ങളാണ്. ഈ ഹാൻഡ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഫിറ്ററിന്റെ കാര്യങ്ങൾ, അത് വളരെ കുറച്ച് നോക്കിയാൽ മതി. അവർ പറയുന്ന സാധനങ്ങൾ എന്താണോ, അവരുടെ സിലബസിൽ എന്താണോ, അവരുടെ നിമിയുടെ ടെക്സ്റ്റിൽ എന്താണോ അത് മാത്രം നോക്കിയാൽ അതിനകത്തുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതായത് ഇതിപ്പം എനിക്ക് തോന്നുന്ന മറ്റേ സംഗതി ആയിരിക്കും ചോദിച്ചത്. അതായത് ഏതൊക്കെ മെറ്റീരിയലാണ് ഏതൊക്കെ പിച്ചുകൾ ഉപയോഗിക്കുക, അതായിരിക്കും അല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്. കോഴ്സ് പിച്ച് ഏത് മെറ്റീരിയലിന് ഉപയോഗിക്കുന്നുണ്ട്, മീഡിയം ഏത്, ഫൈൻ ഏത്, അങ്ങനെ ഒരു സാധനമല്ലേ. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ എന്താണോ ചോദിച്ചത് അത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ചുമ്മാ അഡീഷണൽ ആയിട്ട് അതാക്കണ്ട. അത് അവസാന നിമിഷങ്ങളിലൊക്കെ പഠിച്ചാൽ ഇപ്പോഴേ നമ്മൾ നോക്കിയിട്ട് ഇതില്ല. ഓക്കെ.
അപ്പോൾ ഫയൽ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെ അല്ലേ, നമുക്ക് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഒരു ഫയലിംഗ് എന്നുള്ള സംഗതി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫയൽ ആർ അവൈലബിൾ ഇൻ മെനി ഷേപ്പ് ആൻഡ് സൈസ്, ഒരുപാട് ഷേപ്പിലും സൈസുകളിലും നമുക്ക് ഫയലുകൾ അവൈലബിൾ ആണ്. ദേ ആർ മെയ്ഡ് ഇൻ, അപ്പോൾ നോക്കിയേ അടുത്ത മെയ്ഡ് അപ്പ് ഓഫ്, അതായത് ഇത് മെറ്റീരിയലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് ഫയൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയായിരിക്കും? ഹൈ കാർബൺ സ്റ്റീൽ അല്ലെ, HCSO, അല്ലെങ്കിൽ എന്ത് വരാം, ഓർ ഹൈ ഗ്രേഡ് സ്റ്റീലോ വരാം കേട്ടോ, ഹൈ ഗ്രേഡ് സ്റ്റീലോ വരാം, അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീലോ വരാം. ഇനി നോക്കാം, ദ ടീത്ത് പോർഷൻ ഓഫ് ദ ഫയൽ ബോഡി എലോൺ ഈസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ഇത് ഇദ്ദേഹത്തിന്റെ ടീത്ത് പോർഷൻ മാത്രം, ഇദ്ദേഹത്തിന്റെ ടീത്ത് പോർഷൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഇദ്ദേഹത്തിന് ഒരു ടീത്ത് പോർഷൻ ഉണ്ടെങ്കിൽ ആ ടീത്ത് പോർഷൻ മാത്രം, ഈ ഒരു ടീത്തിന്റെ പോർഷൻ ഉണ്ടെങ്കിൽ ആ ടീത്തിന്റെ പോർഷൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഹാർഡൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ടെമ്പറിങ് ചെയ്തിട്ടുള്ളൂ അല്ലെ, ഹാർഡൻ ചെയ്യുക, ടെമ്പറിങ് ചെയ്യുക. ഹാർഡനിങ്ങും ടെമ്പറിങ് ഇതെല്ലാം ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ്. ഈ ഹാർഡൻ ചെയ്യുക, ടെമ്പറിങ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക, ഹാർഡൻ ചെയ്തിട്ടുണ്ട്, ടെമ്പറിങ് ചെയ്തിട്ടുണ്ട്, ആ കൂടെ ടീത്തിന്റെ പോർഷൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ഇനി അതിനുശേഷം പാർട്സ് ഓഫ് എ ഫയൽ, ഫയലിന്റെ പാർട്സുകളും കാര്യങ്ങളും എടുക്കുകയാണ്. അപ്പൊ ഫയലിന്റെ പാർട്സും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ പാർട്ടുകളായിട്ട് കൊടുക്കുന്നുണ്ട്. ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അറ്റത്തെ പാർട്ട് ഇരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു സൈഡ് ഉണ്ട് അല്ലെ, നേരത്തെ നമ്മൾ ആ ഒരു ഹാക്സോയുടെ ബ്ലേഡ് കണ്ട സമയത്ത്, ഹാക്സോയുടെ ബ്ലേഡ് കണ്ട സമയത്ത് അതിനൊരു സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും ഒരു സൈഡ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു എഡ്ജ് ഉണ്ട് അല്ലെ, എഡ്ജ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അതുപോലെ തന്നെ ഫയലിന്റെ ലെങ്ത് ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ പറയാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പോർഷനെ ഹീൽ എന്നായിരിക്കും പറയുന്നത്. ആ ഹീൽ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോർഷനിൽ എന്തില്ല? ടീത്ത് എന്ന് പറഞ്ഞ സംഗതി കട്ട് ചെയ്തിട്ടില്ല അല്ലെ. ഹീൽ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോർഷൻ നമ്മൾ ഇതായി കഴിഞ്ഞാൽ അവിടെ ടീത്ത് എന്ന സാധനം കട്ട് ചെയ്തിട്ടില്ല. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ അറ്റം വരുന്ന പോർഷൻ നമ്മൾ എന്താ പറയുന്നത്? ടാങ്ക് എന്ന് പറയും. ഇനി ടാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ പറയുന്നത് ഫെറൂൾ എന്നായിരിക്കും. ഫെറൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പറയുന്നത് ഹാൻഡിലായിരിക്കും. ഇനി ഇതിന് ഇടയ്ക്കായിരിക്കും എന്തിരിക്കുന്നത്? ഒരു ഷോൾഡർ പോർഷൻ, നമ്മുടെ ഒരു ഷോൾഡർ ഇരിക്കുന്ന പോലെ, നമ്മുടെ കഴുത്തിന്റെ ഒരു പോർഷൻ ഇരിക്കുന്ന പോലെ ഇവിടെ ഒരു കഴുത്തിന്റെ പോർഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിനായിരിക്കും ഷോൾഡർ എന്നറിയപ്പെടുന്നത്. ഇതായിരിക്കും നമ്മുടെ പാർട്സ് ഓഫ് ദ ഫയൽ. നമുക്ക് കേട്ടിട്ടുള്ള സംഗതി തന്നെ ആയിരിക്കും. എന്തുണ്ട്? ടിപ്പ്, പോയിന്റ്, സൈഡ്, എഡ്ജ്, ഹീൽ, ഷോൾഡർ, ഹാൻഡിൽ, ഫെറൂൾ, ടാങ്ക്, ഫയലിന്റെ ലെങ്ത്. നോക്കാം, ഫയലിനെ നമ്മൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത്, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അധികം അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക എത്രയാണ് പാർട്ടുകളും കാര്യങ്ങളും ഉള്ളത്. ഇനി നോക്കാം, ഫയൽ കടയിൽ ചെന്ന് മേടിക്കുന്നെങ്കിൽ, ഫയൽ നിങ്ങൾ കടയിൽ ചെന്ന് മേടിക്കുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മിനിമം ഇത്രയും കാര്യങ്ങളെ കുറിച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ഫയൽ ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ, എന്തിന്റെയൊക്കെ ഹെൽപ്പില്? ലെങ്ത്തിന്റെ ബേസിസിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത് പറയുന്നത് ഗ്രേഡിന്റെ ബേസില്, മൂന്നാമത് പറയുന്ന കട്ടിന്റെ ബേസിൽ, നാലാമത് പറയുന്ന ഷേപ്പിന്റെ ബേസിസിൽ. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം, ഓരോന്നായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഒന്നാമത് സാധനം പറയുന്നത്, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫ്ലാറ്റ് ഫയല് 300 mm ബസ്റ്റാർഡ് ഡബിൾ കട്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്താണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്പെസിഫിക്കേഷൻ പറയുന്നത് ലെങ്ത് ആണ്. ദ ലെങ്ത് ഓഫ് ദ ഫയൽ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ് ടു ഹീൽ. കണ്ട, ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആരൊക്കെ തമ്മിലായിരിക്കും? ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോർഷൻ ഇല്ലേ, അവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? ഹീൽ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ടെങ്കിൽ അവിടം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മെഷർമെന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയുന്ന പേരായിരിക്കും ഫയലിന്റെ ലെങ്ത്. അപ്പൊ നിങ്ങൾ കടയിൽ ചെന്ന് പറയുന്ന സമയത്ത് ഫയലിന് ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്, ആ ലെങ്ത്തിലുള്ള ഫയൽ തരൂ. അപ്പം ചെറിയ എക്സാമ്പിൾ ഇവിടെമാര് കൊടുത്തിരിക്കുന്നത് 300 mm ലെങ്ത്തിലുള്ള ഫയൽ തരൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ടിപ്പ് മുതൽ ഹീൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അത് പറയുന്നത്. ടിപ്പ് മുതൽ ഹീൽ അങ്ങനെ ആയിരിക്കും. ഓപ്ഷൻ ഒക്കെ തരുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ഫയലിന്റെ ലെങ്ത്തിനെ സ്പെസിഫൈ ചെയ്യുന്നത് ടിപ്പ് മുതൽ ഹീല്, ടിപ്പ് മുതൽ വേറെ ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെ, ടാങ്ക് എന്ന പോർഷൻ, ടിപ്പ് മുതൽ ഹാൻഡിലിന്റെ അറ്റം വരെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. അപ്പം ടിപ്പ് മുതൽ ഏതുവരെ ആയിരിക്കും? ഹീൽ വരെ ആയിരിക്കും നമ്മുടെ ഫയലിന്റെ ലെങ്ത്. ഇനി ഫയൽ അടുത്ത പറയുന്നത് ഗ്രേഡ്. ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മൾ ടീത്ത് കണ്ടല്ലോ, ആ ടീത്തുകളുടെ ഇടയ്ക്കുള്ള സ്പേസിങ്, ഇവിടെ ഒരു ടീത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ടീത്ത് ഉണ്ടെങ്കിൽ ആ ടീത്തുകളുടെ ഇടയ്ക്കുള്ള ഒരു സ്പേസിങ്ങിനെ ആയിരിക്കും എന്താ പറയുന്നത്? നമ്മുടെ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഗ്രേഡ് വെച്ച് പറയുന്നത്. ഇപ്പൊ ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിറ്റർമിൻഡ് ബൈ ദ സ്പേസിംഗ് ഓഫ് ദ ടീത്ത് അല്ലെ, ടീത്തുകൾ ഇടയ്ക്കുള്ള സ്പേസിംഗ് ആയിരിക്കും നമ്മുടെ ഗ്രേഡ് വെച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്രേഡിന്റെ ബേസിസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. ഗ്രേഡിന്റെ ബേസിസിൽ എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. ഈ റഫ് ഫയൽ എന്നുള്ള രീതിയിൽ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതെ, ഗ്രേഡിന്റെ ബേസിസിൽ എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. എത്രയായിരിക്കും? 1, 2, 3, 4, 5 രീതിയിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തിന്റെ ബേസിസിൽ? ഗ്രേഡിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാണ്. ഗ്രേഡിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാണ് റഫ് കട്ട്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ്. ആദ്യം പറയുന്ന സാധനമായിരിക്കും റഫ് കട്ട്. റഫ് കട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ, ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് മെറ്റലിന്റെ പുറത്താണ് നിങ്ങൾ ഫയലിംഗ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റഫ് കട്ട്, ഇപ്പൊ പേര് പോലെ തന്നെ റഫ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലെ, റഫ് ആയിട്ടാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ റാപ്പിഡ്ലി, അപ്പൊ ആർ വെച്ചിട്ട് പറയാം അല്ലെ, ആർ വെച്ചിട്ട് പറയാം എന്തായിരിക്കും? റഫ് കട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്തുപയോഗിക്കുന്നത്, റഫ് ഫയലുകൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് യൂസ്ഡ് ഫോർ ട്രിമ്മിങ് ദ റഫ് എഡ്ജ് ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്സ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽ കാസ്റ്റിങ്ങുകൾ, കാസ്റ്റ് ചെയ്ത് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലിന്റെ കാസ്റ്റിങ്ങുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കാസ്റ്റിങ്ങുകളുടെ പുറത്ത് ഉള്ള ആ ഒരു മെറ്റീരിയലിനെ ചുമ്മാ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്തുപയോഗിക്കുന്നത്, റഫ് ടൈപ്പ് ഓഫ് ഫയലുകൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഫിൻസ് ബാർസ് ഓൺ ദ ഫോർജ്ഡ് കമ്പോണന്റ് കേട്ടോ. അതായത് ഫോർജ് ചെയ്തിരിക്കുന്നത് കാസ്റ്റിങ്ങിലോ ഫോർജിങ്ങിലോ നിങ്ങൾക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റിനെ എപ്പോഴും എന്ത് ചെയ്യിപ്പിക്കുന്നത്, ആദ്യമായി ഫയൽ ചെയ്യണമെങ്കിൽ അത് എന്ത് ഉപയോഗിക്കണം, റഫ് ഫയലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് അല്ലേ. റഫ് ഫയലിംഗ് അല്ലെങ്കിൽ റഫ് ഫയലിംഗ് എന്നായിരിക്കും ആ മെത്തേഡിനെ പറയുന്നത്. ഇനി അതിനുശേഷം അടുത്ത വരുന്ന സാധനമായിരിക്കും ബസ്റ്റാർഡ് ടൈപ്പ് ഓഫ് ഫയൽ അല്ലെ. ബസ്റ്റാർഡ് ടൈപ്പ് ഓഫ് ഫയൽ, ബസ്റ്റാർഡ് ടൈപ്പ് ഓഫ് ഫയൽ എന്നറിയപ്പെടുന്നത് ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽസ് റിക്കോർഡ്. അതിന്റെ ആ ഒരു കീവേഡ് അത് തന്നെയായിരിക്കും, ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽസിനെ അതിന് വേണ്ടിയായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ 3A എന്ന് ഉദ്ദേശിക്കുന്നത് റഫ് ആണ്. ഇനി 3B എന്ന് ഉദ്ദേശിക്കുന്നത് ബസ്റ്റാർഡ് ആണ് അല്ലെ. 3B എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ബസ്റ്റാർഡ് ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫിനെ പറഞ്ഞ പേരായിരിക്കും സെക്കൻഡ് കട്ട്. സെക്കൻഡ് കട്ടിന്റെ പ്രത്യേകം എന്നറിയപ്പെടുന്നത്, അതിന്റെയും കീവേഡ് അങ്ങനെ പഠിച്ചു വയ്ക്കുക, നല്ല സർഫസ് ഫിനിഷ് ആണ്. അതായത് കട്ട് യൂസ്ഡ് ടു ഗീവ് ഗുഡ് സർഫസ് അല്ലെങ്കിൽ ഗുഡ് ഫിനിഷ് ഓൺ മെറ്റൽ. അതായത് അത്യാവശ്യം ഫിനിഷും കാര്യങ്ങളും കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് കട്ട് ഫയൽ. ഇറ്റ് ഈസ് എക്സലന്റ് ടു ഫയൽ ഹാർഡ് മെറ്റീരിയൽസ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബ്രിങ്ങിങ്, ഇതാണ് നമുക്ക് പഠിക്കേണ്ട സാധനം കേട്ടോ, ബ്രിങ്ങിങ് ദ ജോബ്സ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്. അതായത് ഒരു മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിനെ നിങ്ങൾ ഫയൽ ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും ഫിനിഷിംഗ് ആയിട്ടുള്ള, അടുത്ത ഇനി ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിനിഷിങ്ങിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഓഫ് ഫയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡ് കട്ട് ഫയൽ ആയിരിക്കും. സെക്കൻഡ് കട്ട് ഫയലാണ് 3C. ഇതെല്ലാം കാണാൻ ഏറെക്കുറെ ഒരുപോലെയൊക്കെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നോക്കിയേ, ഇതിനകത്ത് ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഫിഗറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഫിഗർ വെച്ചിട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കീവേഡുകൾ മാത്രം അറിഞ്ഞിരിക്കുക. ബ്രിങ്ങിങ് ദ ജോബ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ് എന്നുള്ള ഒരു കീവേഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും, അത് സെക്കൻഡ് കട്ട് ആയിരിക്കും അല്ലെ. ഫോർ ബ്രിങ്ങിങ് ദ ജോബ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്, ഫിനിഷിംഗ് സൈസിനോട് അടുപ്പിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏതായിരിക്കും, സെക്കൻഡ് കട്ട് ഫയൽ. ഇനി അതിനുശേഷം അടുത്ത നാലാമത്തെ ടൈപ്പ് ഓഫ് ഫയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കും സ്മൂത്ത് ടൈപ്പ് ഓഫ് ഫയൽ അല്ലെ. സ്മൂത്ത് ടൈപ്പ് ഓഫ് ഫയൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ചെറിയ എമൗണ്ട് ഓഫ് മെറ്റീരിയലിനെ മാത്രമേ റിമൂവ് ചെയ്യത്തുള്ളൂ, ഗുഡ് സർഫസ് ഫിനിഷ് കിട്ടുന്നതായിരിക്കും എന്തായിരിക്കും, സ്മൂത്ത്. ഇനി സ്മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്ന ഏതിലായിരിക്കും, ഡെഡ് സ്മൂത്തിലായിരിക്കും. അതാണ് അവസാനം കേട്ടോ, അവസാനം. ദ ഡെഡ് സ്മൂത്ത് ഫയൽ ഈസ് യൂസ്ഡ് ടു ബ്രിങ്ങിങ് ദ മെറ്റീരിയൽ ടു ആക്യുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ്. ഭയങ്കര ഡിഗ്രി ഓഫ് ഫിനിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ആക്യുറസിയിലൂടെ നിങ്ങൾക്ക് മെറ്റീരിയലിന് ലാസ്റ്റ് കിട്ടുന്ന സാധനമായിരിക്കും ഡെഡ് സ്മൂത്ത്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. റഫ് ടൈപ്പ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്ന് പറഞ്ഞ സാധനം ഇത് എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഗ്രേഡിന്റെ ആയിരിക്കും. നമ്മുടെ സ്പെസിഫിക്കേഷൻ ആണ് ഓരോന്നായിട്ട് പറഞ്ഞത്. ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ നമ്മൾ ലെങ്ത് ആയിരുന്നു. ഇപ്പൊ ലെങ്ത് എന്ന് അറിയപ്പെടുന്ന ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് ഉണ്ട്. എവിടെ മുതൽ എവിടം വരെ, ടിപ്പ് മുതൽ നമ്മുടെ ഹീല് വരെ ആയിരിക്കും അതിന്റെ ലെങ്ത്തും കാര്യങ്ങളും പറയുന്നത്. ഇനി ഗ്രേഡിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് റഫ് കട്ട്. റഫ് കട്ട് എന്ന് അറിയപ്പെടുന്ന എന്തിലായിരിക്കും, റാപ്പിഡ്ലി, അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക അല്ലെ. റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാനായിരിക്കും റഫ് ഉപയോഗിക്കുന്നത്. ഇനി ബസ്റ്റാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെവി റിഡക്ഷന് വേണ്ടിയിട്ട്. സെക്കൻഡ് കട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്, ബ്രിങ്ങിങ് ദ ജോബ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്. ഇനി സ്മൂത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ മാത്രമേ പോകത്തുള്ളൂ, നല്ല ഗുഡ് ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇനി എക്സ്ട്രീം ആയിട്ടുള്ള ഫിനിഷ് അല്ലെങ്കിൽ ഹൈലി ആക്യുറസി, ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷും കാര്യങ്ങളും കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഡെഡ് സ്മൂത്ത് ഫയൽ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ ഒന്ന് വായിക്കുക, അനുസരിച്ച് വായിച്ചാൽ സുഖമായിട്ട് കിട്ടുന്ന സംഗതിയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, വേറൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ ഫയൽ എന്ന് പറഞ്ഞ സാധനത്തിന്റെ സ്പെസിഫിക്കേഷൻ, ആദ്യത്തെ സാധനം കേട്ടോ, ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനി അതിനുശേഷം അടുത്ത നമ്മൾ പറയുന്നത് കട്ടിന്റെ ബേസിസിലും ഷേപ്പിന്റെ ബേസിസിലാണ്. അത് ഇനിയിപ്പോൾ താഴോട്ടുള്ള സംഗതിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. നോക്കാം. അതിനുശേഷം ഫ്ലാറ്റ് ഫയൽ, ഹാൻഡ് ഫയൽ. അപ്പം നോക്കാം, ഫയൽസ് ആർ മെയ്ഡ് ഇൻ ഡിഫറെന്റ് ഷേപ്പ്. അപ്പം നോക്കി, അത് ഷേപ്പിന്റെ ബേസിസുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരുപാട് ഷേപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് വെറുതെ ഫ്ലാറ്റും ഹാൻഡ് ഫയലും മാത്രമേ ഉള്ളൂ. ഇതിനെക്കാട്ടിയും എക്സസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റൗണ്ട് ടൈപ്പ് ഓഫ് ഫയൽ ഉണ്ട്, ട്രയാങ്കുലർ ഉണ്ട്, നൈഫ് എഡ്ജ് ഉണ്ട്. അതൊന്നും നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പഠിക്കുന്നില്ല. നമുക്ക് എന്താണ്, നമുക്കിപ്പോൾ ആവശ്യമുള്ള നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം കൊടുത്തിരിക്കുന്ന സാധനം മാത്രം പഠിച്ചാൽ മതി. നോക്കാം, ഫ്ലാറ്റ് ഫയലും ഹാൻഡ് ഫയലും. അപ്പോൾ ഫയൽസ് ആർ മെയ്ഡ് ഇൻ ഡിഫറെന്റ് ഷേപ്പ് സോ ആസ് ടു ഏബിൾ ടു ഫയൽ ആൻഡ് ഫിനിഷ് ദ കമ്പോണന്റ് ഓഫ് ഡിഫറെന്റ് ഷേപ്പ്. അതായത് നമ്മുടെ ഇരിക്കുന്ന കമ്പോണന്റ് ഡിഫറെന്റ് ഷേപ്പുകൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ എടുക്കേണ്ട ഫയലിന്റെ ഷേപ്പുകൾ മാറിക്കൊണ്ടിരിക്കും. ദ ഷേപ്പ് ഓഫ് ഫയൽ ഈസ് യൂഷ്വലി സ്പെസിഫൈഡ് ബൈ ദെയർ ക്രോസ് സെക്ഷൻ. അതായത് ഇദ്ദേഹത്തിന്റെ ഷേപ്പ് എന്തിന്റെ ബേസിസിലായിരിക്കും, ആരുടെ ഷേപ്പ് എടുത്താലും അത് എന്തിന്റെ ബേസിസിലായിരിക്കും, ക്രോസ് സെക്ഷന്റെ ബേസിസിലായിരിക്കും അല്ലെ. ഈ ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിന് ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട് അല്ലെ. ക്രോസ് സെക്ഷന്റെ ബേസിസിലായിരിക്കും ഇദ്ദേഹത്തിന്റെ ഷേപ്പും കാര്യങ്ങളും മാറുന്നത്. The file used for this exercise
ആർ എ ഫ്ലാറ്റ് ഫയൽ ആൻഡ് ഹാൻഡ് ഫയൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് വെറുതെ ഫ്ലാറ്റ് ഫയലും ഹാൻഡ് ഫയലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്ന സാധനമായിരിക്കും ഫ്ലാറ്റ് ഫയൽ. നോക്കിയേ, ഒന്നാമത്തെ ഫിഗറിൽ കാണിക്കുന്ന സാധനമായിരിക്കും ഫ്ലാറ്റ് ഫയൽ. അപ്പോൾ ഫ്ലാറ്റ് ഫയലിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ 2/3 ലെങ്ത് ഉണ്ട്, 1/3 ലെങ്ത് ഉണ്ട്. അപ്പോൾ നോക്കാം എന്താണ് സാധനം. ദ ഫയൽസ് ആർ ഓഫ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ. അതായത് ഈ ഫയലുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് റെക്ടാംഗുലർ ഇൻ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ദ എഡ്ജ് എലോൺ ദ വിഡ്ത്ത് ഓഫ് ദീസ് ഫയൽസ് ആർ പാരൽ അപ് ടു 2/3 ഓഫ് ലെങ്ത്. അദ്ദേഹത്തിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടിപ്പ് മുതൽ എവിടം വരെ ആയിരിക്കും, ഹീൽ വരെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ ലെങ്ത് എടുക്കുന്നത്. ആ ലെങ്ത്തിന്റെ മേജർ പോർഷൻ അതിനെ നമ്മൾ 2/3 എന്നും ഇതിന്റെ മിച്ചമായിട്ടുള്ള പോർഷന് 1/3 എന്നും പറയും. അപ്പൊ 2/3 ലെങ്ത് എടുക്കുകയാണെങ്കിൽ 2/3 ലെങ്ത് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആർ പാരലൽ ആയിരിക്കും. അതായത് 2/3 ലെങ്ത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഇനി അവസാനം ഇരിക്കുന്ന 1/3 മാത്രം ചെറിയൊരു ടേപ്പേർഡ് ആയിട്ടായിരിക്കും പോകുന്നത്. നോക്കിയേ അതിന്റെ എടുത്തിരിക്കുന്നത്. ഇനി നോക്കിയേ, ദെൻ ദേ ടേപ്പർ ടുവേർഡ്സ് ദ പോയിന്റ് അല്ലേ. അതായത് 2/3 ലെങ്ത് എന്തായി മാറി, സ്ട്രെയിറ്റ് ആണെങ്കിൽ ബാക്കി 1/3 ലെങ്ത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ടേപ്പർ ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് ഫയൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കും ഫ്ലാറ്റ് ഫയൽ. പേര് പോലെ അല്ലെങ്കിൽ പേര് പോലെ ഇതിനെ എന്താണ് ഒരു ഫ്ലാറ്റ് ഷേപ്പിലല്ല ഇരിക്കുന്നത്. എന്താ ഇതിന്റെ അറ്റം ചെറിയൊരു ടേപ്പറും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അതായത് ഇതിന്റെ 2/3 ലെങ്ത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ബാക്കി 1/3 എന്ത് ചെയ്യുന്നു, ചെറിയൊരു ടേപ്പർ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത്തരത്തിലുള്ള ഫയലായിരിക്കും നമ്മുടെ ഫ്ലാറ്റ് ഫയല്. ഇദ്ദേഹത്തിന്റെ ക്രോസ് സെക്ഷൻ എപ്പോഴും റെക്ടാംഗുലർ ആയിരിക്കും. ഇനി നോക്കാം, ദ ഫേസസ് ആർ ഡബിൾ കട്ട്. ഇദ്ദേഹത്തിന്റെ ഫേസിന്റെ പ്രത്യേകതയാണ് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഫേസിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേസ് എടുക്കുകയാണെങ്കിൽ ആ ഫേസ്, ഇതാണ് ഫേസ് എന്ന പോർഷൻ. ഈ ഫേസിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന ഇതാണ് സിംഗിൾ കട്ട്. ആക്ച്വലി ഈ ഫേസിന്റെ പ്രത്യേകത എന്നറിയിക്കാം, അതിൽ ഡബിൾ കട്ട് ആയിരിക്കും വരുന്നത്. ഫേസ് എന്തായിരിക്കും, ഡബിൾ കട്ടാണ്. അപ്പൊ കട്ടിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയും, ഡബിൾ കട്ട് എന്താണ്, സിംഗിൾ കട്ട് എന്താണ്. അതുപോലെ തന്നെ എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു അറ്റത്തിനായിരിക്കും എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഈ ഒരു അറ്റത്തിനെ ഇപ്പൊ വരച്ചിരിക്കുന്നില്ല, ഈ അറ്റത്തിനായിരിക്കും. തൊട്ട് മുമ്പ് നമ്മൾ എഡ്ജ് കണ്ടില്ലായിരുന്നോ, ആടക്കണുണ്ടോ, ഈ എഡ്ജ് ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പോർഷൻ ആയിരിക്കും എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ എഡ്ജിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് എഡ്ജ് എപ്പോഴും സിംഗിൾ കട്ട് ആയിരിക്കും. അപ്പൊ ഈ സെന്റൻസ് ഒക്കെ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഫ്ലാറ്റ് ഫയൽ എടുക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഫയലിന്റെ ഫേസ് എന്ന പോർഷൻ എപ്പോഴും ഡബിൾ കട്ട് ആയിരിക്കും. അതേസമയം ഇദ്ദേഹത്തിന്റെ എഡ്ജ് എന്നറിയപ്പെടുന്ന എപ്പോഴും എന്തായിരിക്കും, സിംഗിൾ കട്ട് ആയിരിക്കും. ഫേസ് ഡബിൾ കട്ട് ആയിരിക്കും, എഡ്ജ് എന്ന് പറഞ്ഞ സാധനം സിംഗിൾ കട്ട് ആയിരിക്കും. ഇനി അടുത്ത സാധനം, ദീസ് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് വർക്ക്. അതായത് മോസ്റ്റ് കോമൺലി നമ്മൾ ജനറൽ പർപ്പസ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് വർക്ക് ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഫയൽ ആയിരിക്കും. ദേ ആർ യൂസ്ഫുൾ ഫോർ ഫയലിംഗ് ആൻഡ് ഫിനിഷിംഗ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സർഫസ്. അതായത് അകത്തും പുറത്തും ഉള്ള ഒരു സർഫസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയൽ ചെയ്യണമെങ്കിൽ അകത്തും പുറത്തും, അതായത് ഒരു പർട്ടിക്കുലർ റെക്ടാംഗുലർ സെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തുള്ള പോർഷനും നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും, അകത്തുള്ള പോർഷനും വേണമെങ്കിൽ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾ എന്താ എടുക്കുന്നത്, ഫ്ലാറ്റ് ടൈപ്പ് ഓഫ് ഫയലുകൾ എടുക്കാം കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഫ്ലാറ്റ് ടൈപ്പ് ഓഫ് ഫയൽ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക്കേഷനും കാര്യങ്ങളും അതിന്റെ കീവേഡുകളും കാര്യങ്ങളും. ഇനി അതിനുശേഷം അടുത്ത നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമായിരിക്കും ഹാൻഡ് ഫയൽ. ഫ്ലാറ്റ് ഫയലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ തന്നെ ആയിരിക്കും അല്ലെ. ക്രോസ് സെക്ഷനും കാര്യങ്ങളൊക്കെ റെക്ടാംഗുലർ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പ്രത്യേകം അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫയലിന്റെ ഇതായിരിക്കും ദ എഡ്ജസ് അലോങ് വിത്തിൻ ആർ പാരലൽ ത്രൂ ഔട്ട്. നേരത്തെ 2/3 1/3 ഇരുന്ന സ്ഥലത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ എല്ലാ പോർഷനും എന്ത് ചെയ്യുന്നുണ്ട്, അത് പാരലൽ ആയിട്ടിരിക്കുന്ന സാധനമായിരിക്കും. ഇവിടെ ഒരു ടേപ്പർ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോർഷൻ ഇല്ല. അത്തരത്തിലുള്ള സാധനമായിരിക്കും ഹാൻഡ് ഫയൽ. ഇനി ഹാൻഡ് ഫയൽ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഫേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. ഫേസിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന ഫേസ് എപ്പോഴും എന്തായിരിക്കും, ഫേസിന്റെ ടോട്ടൽ പോർഷൻ എപ്പോഴും എന്തായിരിക്കും, ഡബിൾ കട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു എഡ്ജ്, ഓൺലി വൺ എഡ്ജ്, ഏതോ ഒരു എഡ്ജ്, ചിലപ്പോൾ ഈ എഡ്ജ് ആയിരിക്കും അല്ലെങ്കിൽ ഈ എഡ്ജ് ആയിരിക്കും. ഏതോ ഒരു എഡ്ജ് എന്താ ചെയ്യുന്നത്, സിംഗിൾ കട്ട് ആയിരിക്കും. ഏതോ ഒരു എഡ്ജിന് എന്താ കൊടുക്കുന്നത്, സിംഗിൾ കട്ട് അല്ലെ, സിംഗിൾ കട്ട് പ്രൊവൈഡ് ചെയ്യും. അതേസമയം മറ്റേ എഡ്ജ് എപ്പോഴും എന്തായിരിക്കും, സേഫ് എഡ്ജ് എന്നാണ് പറയുന്നത്. സേഫ് എഡ്ജ് എന്നറിയപ്പെടുന്നത് അതിനകത്ത് എന്തൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതിനകത്ത് ഇങ്ങനെ ഒരു കട്ട് പോലത്തെ സംഗതി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ വൺ എഡ്ജ് സിംഗിൾ കട്ട്, അതർ ഈ സേഫ് എഡ്ജ്. സേഫ് എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഹാക്സോയിങ് ആയിട്ടുള്ള മാർക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഹാക്സോയിങ് മീൻസ് ഇതിന്റെ ആ ഒരു ഫയലിംഗ് അല്ലെങ്കിൽ ഫയലിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സർഫസും കാര്യങ്ങളും ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ചുമ്മാ സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു സേഫ് എഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ബിക്കോസ് ഓഫ് ദ സേഫ് എഡ്ജ് ദേ ആർ യൂസ്ഫുൾ ഫോർ ഫയലിംഗ് ദ സർഫസ് വിച്ച് ആർ റൈറ്റ് ആംഗിൾ ടു സർഫസ് ഓൾറെഡി ഫിനിഷ്ഡ്. അതായത് ഒരു പർട്ടിക്കുലർ സെക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിനെ നിങ്ങൾ ഓൾറെഡി ഫിനിഷ് ചെയ്തു, അതേസമയം ഇവിടെ നമുക്ക് ഫിനിഷ് ചെയ്യണം. അതേസമയം ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ഫയൽ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് ഓഫ് ഫയൽ ഇത്രയും വന്നു. ഇത്രയും വരുമ്പോഴത്തേക്കും ഇതിനെ രണ്ടാമത് നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഓൾറെഡി നിങ്ങൾ ഫയൽ ചെയ്ത സാധനത്തിന്റെ പുറത്തൂടെ വീണ്ടും ഫയൽ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും വൃത്തികേടാവും, വീണ്ടും മെറ്റീരിയൽ അങ്ങ് റിമൂവ് ആവും. അതേസമയം സേഫ് എഡ്ജ് ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു എഡ്ജിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലം സേഫ് എഡ്ജ് ആണെങ്കിൽ ഒരു കാരണവശാലും ഫയലിംഗും കാര്യങ്ങളും നടക്കത്തില്ല അല്ലെ. ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഫയലിംഗ് കാര്യങ്ങളും നടക്കത്തില്ല. അപ്പൊ ഈ ഒരു ഏരിയയിൽ മാത്രം ഫയലിംഗ് കാര്യങ്ങൾ നടക്കും. ആ ഒരു കണ്ടീഷൻ മാത്രം അറിഞ്ഞിരിക്കുക. അപ്പൊ ഹാൻഡ് ഫയൽ ഉണ്ട്. അപ്പൊ ഹാൻഡ് ഫയൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ പോർഷനും പാരലൽ ആയിട്ടിരിക്കും. അതുപോലെ ഇദ്ദേഹത്തിന്റെ
ഫേസ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഡബിൾ കട്ടാണ്. അതുപോലെ തന്നെ എഡ്ജ് എടുക്കുകയാണെങ്കിൽ ഒരു എഡ്ജിൽ സിംഗിൾ കട്ട്, മറ്റേ എഡ്ജിനെ സേഫ് എഡ്ജ് എന്ന് പറയും. സേഫ് എഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സർഫസിന്റെ പുറത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓൾറെഡി ഫിനിഷ് ചെയ്തിരിക്കുന്ന സർഫസ് യാതൊരു ഡാമേജും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഹാൻഡ് ഫയൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇതിലുള്ള സെന്റൻസ് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യും കേട്ടോ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്തുള്ള സെന്റൻസ് എന്താണോ അതങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇപ്പോൾ 1-2 പ്രാവശ്യം വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ബൈ ഹാർട്ട് ആയിക്കോളും. നമുക്ക് അടുത്ത് പറയാം, ദ മോസ്റ്റ് യൂസ്ഡ് ഗ്രേഡ് ഓഫ് എ ഫയൽ അല്ലെ. മോസ്റ്റ് യൂസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഗ്രേഡുകൾ നമ്മൾ നേരത്തെ ഗ്രേഡ് കണ്ടായിരുന്നു അല്ലെ. റഫ് ടൈപ്പ് ഉണ്ടായിരുന്നു, ബസ്റ്റാർഡ് ടൈപ്പ് ഉണ്ടായിരുന്നു, സെക്കൻഡ് കട്ട് ഉണ്ടായിരുന്നു, സ്മൂത്ത് ടൈപ്പ് ഉണ്ടായിരുന്നു, ഡെഡ് സ്മൂത്ത് ഉണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത് എന്നുള്ള സാധനമായിരിക്കും കേട്ടോ. ഇതൊക്കെയായിരിക്കും ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്നായിരിക്കും പറയാം. ഒരിക്കലും നമ്മൾ റഫ് എന്നുള്ള സാധനം അധികം ഉപയോഗിക്കത്തില്ല. അത് ആര് പ്രകാരമാണ് ഇത് പറയുന്നത്? ഇത് BAS സ്റ്റാൻഡേർഡ് പ്രകാരമാണ് പറയുന്നത് അല്ലെ. BAS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കും. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്നുള്ള അത്രയും ഫയലുകളായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ റഫ് അധികം ഉപയോഗിക്കത്തില്ല. നോക്കാം അടുത്ത, ഡിഫറെന്റ് സൈസ് ഓഫ് ഫയൽസ് വിത്ത് സെയിം ഗ്രേഡ് വിൽ ഹാവ് വേരിയിങ് സൈസസ് ഓഫ് ടീത്ത്. അതായത് ഒരുപാട് സൈസസ് നിങ്ങൾ ഫയലുകൾ എടുക്കുകയാണെങ്കിൽ ഒരേ ഗ്രേഡുകൾ തന്നെ ഒരുപാട് സൈസസ് ഓഫ് ടീത്തുകൾ അവൈലബിൾ ആയിരിക്കും എന്നാണ്. അതായത് ലോങ്ങർ ഫയലുകൾ ലെങ്ത് കൂടുന്നതനുസരിച്ച്, ഫയലിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് ടീത്ത് വിൽ ബി കോഴ്സർ. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നത്, കൺസെപ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ച് കേട്ടോ. ലെങ്ത്തുകൾ കൂടുന്നതനുസരിച്ചിട്ട്, അതായത് ലെങ്ത്തുകൾ കൂടുന്നതനുസരിച്ചിട്ട് ഫയലിന്റെ ടീത്തുകൾ കുറച്ചുകൂടെ കോഴ്സർ ആയിരിക്കും കേട്ടോ. കോഴ്സർ ടൈപ്പ് ഓഫ് ടീത്തുകളായിരിക്കും അവൈലബിൾ ആയിരുന്നത്. കാര്യം എന്ന് പറയുന്നത് അന്ന് അടുത്തടുത്ത് കോഴ്സർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആ ഒരു അടുത്തടുത്തിരിക്കുന്ന ആ ഒരു ടീത്തുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ ടീത്തുകളുടെ ഡിസ്റ്റൻസ് എന്നറിയപ്പെടുന്നത് കുറച്ച് കൂടി വരും. ലെങ്ത്തുകൾ കൂടുന്നതനുസരിച്ചിട്ട് കുറച്ച് കൂടി വരും എന്നാണ് കൺസെപ്റ്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നത്, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ ഈ ഒരു സെന്റൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇത് കറക്റ്റ് ആണോ ഇതാണോ കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പം എന്ത് വരിക, അതിന്റെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരിക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ഇനി അതുപോലെ തന്നെ ദ യൂസസ് ഓഫ് ഡിഫറെന്റ് കട്ട് ഓഫ് ഫയൽ ആർ ആസ് ഫോളോസ്. അതായത് കട്ടിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സിംഗിൾ കട്ട്, ഡബിൾ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒന്നാമത് പറയുന്നത് സിംഗിൾ കട്ട് എന്നായിരിക്കും. സിംഗിൾ കട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു സൈഡിൽ മാത്രമേ കട്ടുള്ളൂ. ആ ഒരു സാധനത്തിനായിരിക്കും സിംഗിൾ കട്ട് എന്നറിയപ്പെടുന്നത്. സിംഗിൾ കട്ട് എടുക്കുകയാണെങ്കിൽ സിംഗിൾ കട്ട് മേഡ് ചെയ്യിപ്പിക്കുന്ന ആംഗിൾ എപ്പോഴും 60 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ പഠിച്ചു വയ്ക്കുക, കാണാൻ പഠിക്കുക. സിംഗിൾ കട്ട് അടിക്കുകയാണെങ്കിൽ സിംഗിൾ കട്ട് മേഡ് ചെയ്യിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്നറിയപ്പെടുന്ന 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു 60 ഡിഗ്രി കൊടുത്തിരിക്കുന്നില്ലേ, അതായത് ഇദ്ദേഹത്തിന് ഒരു ആക്സിസ് ഉണ്ടല്ലേ, ഇതിനൊരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസ് ഇതുമായിട്ട് മേഡ് ചെയ്യിപ്പിക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈ ഒരു കട്ടുമായിട്ട് മേഡ് ചെയ്യിപ്പിക്കുന്ന ആംഗിൾ എപ്പോഴും 60 ഡിഗ്രി ആയിരിക്കും. നോക്കാം, എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോഫ്റ്റ് മെറ്റൽസിനായിട്ടാണ്. ആരൊക്കെയാണ്? ബ്രാസ്, അലുമിനിയം, ബ്രോൺസ്, കോപ്പർ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ ലെയ്ത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ കട്ട് ഫയലാണ്. എന്നോട് പറയാം, ലെയ്ത്തിൽ എടുക്കുകയാണെങ്കിൽ ലെയ്ത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ കട്ട് ഫയലാണ്. 60 ഡിഗ്രി മേഡ് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഫയൽ ആയിരിക്കും സിംഗിൾ കട്ട് ഫയൽ. ഇനി അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഡബിൾ കട്ട് ഫയലാണ്. ഡബിൾ കട്ട് എന്നറിയപ്പെടുന്നത് നമ്മുടെ സിംഗിൾ കട്ടിനെ കാട്ടി കൂടുതൽ എമൗണ്ട് ഓഫ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഉപയോഗിക്കുന്നത്. ഡബിൾ കട്ട് ഫയൽ റിമൂവ് മെറ്റീരിയൽ ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് എ സിംഗിൾ കട്ട് ഫയൽ. സിംഗിൾ കട്ട് ഫയലിനെ കാട്ടിയും കൂടുതൽ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡബിൾ കട്ട് ഫയൽ ഉപയോഗിച്ച് നമുക്ക് ഇത് ഫാസ്റ്റർ റേറ്റിൽ ഇതാക്കാൻ വേണ്ടി പറ്റും. ഡബിൾ കട്ടിനകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് കട്ടുകളുണ്ട് അല്ലെ. ഒരെണ്ണത്തിന് നമ്മൾ ഓവർ കട്ട് എന്നും മറ്റൊരെണ്ണത്തിന് അപ്പ് കട്ട് എന്നും പറയും. എന്താ പറയുന്നത്? ഒരെണ്ണത്തിന് ഓവർ കട്ട് എന്നും മറ്റൊരെണ്ണത്തിന് അപ്പ് കട്ട് എന്നും പറയും. ഇനി ഓവർ കട്ട് മേഡ് ചെയ്യിപ്പിക്കുന്നതും അപ്പ് കട്ട് മേഡ് ചെയ്യിപ്പിക്കുന്ന ആംഗിൾ, ഈ ഓവർ കട്ട് എന്നറിയപ്പെടുന്ന O ആണ്. അപ്പോൾ ഓയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾ അങ്ങനെ പഠിച്ചു വയ്ക്കുക, 70 ഡിഗ്രി. നോക്കിയേ, ഇതിനകത്ത് 70 ഡിഗ്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ 70 ഡിഗ്രിനെ പറയുന്നത് ഓവർ കട്ട് എന്നാണ്, ഓവർ കട്ട് എന്ന്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു ആംഗിൾ ഉണ്ട്, ഇതിന് 51 ഡിഗ്രി എന്നാണ്. അപ്പൊ 51 ഡിഗ്രിനായിരിക്കും അപ്പ് കട്ട് എന്നറിയപ്പെടുന്നത്. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത് നിന്ന് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. കാരണം ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് ഫിഗർ കൊടുത്തിട്ടുള്ള സാധനത്തിൽ 51ഉം 70 ഡിഗ്രിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അത് അറിഞ്ഞിരിക്കണം. 51 എന്താണ്, അതുപോലെ തന്നെ 70 എന്താണ്. ഈ ആദ്യത്തെ കട്ടിനെ, ഫസ്റ്റ് കട്ടിനെ ആയിരിക്കും എന്താ പറയുന്നത്? ഓവർ കട്ട് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഫസ്റ്റ് കട്ട്, അതായത് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കട്ട് വരുന്ന സാധനത്തിനായിരിക്കും നമ്മൾ ഓവർ കട്ട് എന്നറിയപ്പെടുന്നത്. അത് കൂടുതലുള്ള ആംഗിൾ ആയിരിക്കും, 70 ഡിഗ്രി. അതേസമയം സെക്കൻഡ് കട്ട് വരുന്ന സാധനത്തിനായിരിക്കും നമ്മൾ എന്താ പറയുന്നത്? അപ്പ് കട്ട് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഡബിൾ കട്ടിനകത്ത് തന്നെ ഒരു ആദ്യം വരുന്ന ഒരു കട്ടും അതുപോലെ തന്നെ സെക്കൻഡ് കട്ട്, ഫസ്റ്റ് കട്ടും സെക്കൻഡ് കട്ടും. ഫസ്റ്റ് കട്ട് എപ്പോഴും 70 ഡിഗ്രി, സെക്കൻഡ് കട്ടിന് നമ്മൾ എന്താ പറയുന്നത്? 51 ഡിഗ്രിയും പറയും. ഫസ്റ്റ് കട്ടിനെ ഓവർ കട്ട് എന്നും സെക്കൻഡ് കട്ടിനെ അപ്പ് കട്ട് എന്നും പറയും. ഇനി കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയുന്ന സാധനത്തിനാണ് റാസ്പ് കട്ട് എന്നറിയപ്പെടുന്നത്. ഈ ഒരു സാധനം, ഈ ഒരു ഫിഗറിൽ ഇരിക്കുന്ന സാധനമായിരിക്കും റാസ്പ് കട്ട്. റാസ്പ് കട്ട് എന്താ ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻ എന്തായാലും അറിഞ്ഞിരിക്കുക. നമുക്ക് വുഡ്, ലെതർ, അതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽസ് അല്ലെ, കുഞ്ഞായിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? റാസ്പ് കട്ട് ഉപയോഗിക്കും. റാസ്പ് കട്ടിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന ഈ ഫിഗർ പോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ഇത് എന്ത് ഷേപ്പിലായിരിക്കും? ഇത് മോഡേൺ ആണ്, ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് എന്ത് അവൈലബിൾ ആവുന്നത്?
റാസ്പ് കട്ട് ഫയലുകൾ അവൈലബിൾ ആണ്. ഹാഫ് റൗണ്ട് കേട്ടോ, അതായത് ഇത് ഫുൾ റൗണ്ട് ആണെങ്കിൽ ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമേ എന്ത് അവൈലബിൾ ആവുള്ളൂ, റാസ്പ് കട്ടുകൾ അവൈലബിൾ ആവുള്ളൂ. ഇതാണ് ഇറങ്ങി കൊടുത്തിരിക്കുന്ന സാധനം കേട്ടോ. റാസ്പ് കട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വുഡുകൾ, ലെതറുകൾ, സോഫ്റ്റ് മെറ്റീരിയൽസിനെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടെയായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്? ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ഇനി അതിനെ തന്നെ നമ്മൾ അടുത്ത പഠിക്കുന്ന സാധനമായിരിക്കും കർവ്ഡ് കട്ട് അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന സാധനമായിരിക്കും കർവ്ഡ് കട്ട് അല്ലെ. കർവ്ഡ് കട്ട് ഇത് ഡീപ്പർ കട്ടിങ് ആക്ഷൻ അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും അറിഞ്ഞിരിക്കുക. അതായത് കർവ്ഡ് കട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പർ ആയിരിക്കും. നമ്മളെ സിംഗിൾ കട്ടിനെയൊക്കെ അപേക്ഷിച്ചിട്ട് കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള കട്ടിങ് ആക്ഷൻ കിട്ടുന്നത് കർവ്ഡ് കട്ടിലായിരിക്കും. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അലുമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക് ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിന്റെ കീവേഡ് പഠിച്ചിരിക്കുക, ഡീപ്പർ കട്ടിങ് ആക്ഷൻ ആണ്. അപ്പോൾ ഡീപ്പർ കട്ടിങ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ അലുമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക്സ് ഇതൊക്കെ കട്ട് ചെയ്യാൻ, അതിന്റെ ഡീപ്പർ ആയിട്ടുള്ള കട്ടിങ് ആക്ഷന് വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? കർവ്ഡ് കട്ട്. തൊട്ട് മുമ്പേ നമ്മൾ ഇതേ എക്സാമ്പിൾ തന്നെ വേറൊരു സാധനം പഠിച്ചല്ലേ, അലുമിനിയം, ബ്രോൺസ്, കോപ്പർ ഒക്കെ പഠിച്ചായിരുന്നു. അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? സോഫ്റ്റ് മെറ്റീരിയൽസിനെ ചെറിയ അളവിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, അതായിരിക്കും സിംഗിൾ കട്ട് ഫയൽ. അപ്പോൾ ഇതുമായിട്ട് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തായിരുന്നു നമ്മുടെ ഫയൽ എന്നും അതുപോലെ തന്നെ ഹാക്സോയുടെയും രണ്ടിനെയും പോർഷൻ തീർന്നു കേട്ടോ. രണ്ടിനെയും പോർഷൻ തീർന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ആൻസർ പറഞ്ഞേ. കറക്റ്റ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്നാലും അറിയാമെങ്കിൽ പറയും. അറിയാം കാര്യം അറിയാം. ദ കറക്റ്റ് പോയിന്റ് ആംഗിൾ ഓഫ് വിച്ച് ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ, എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? പോയിന്റ് ആംഗിൾ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടു ബി ചിപ്ഡ് അല്ലേ, അത് പറഞ്ഞില്ല. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഫയൽസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദർ, എന്തിന്റെ ബേസിസിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ലെങ്ത് ഗ്രേഡ് ഷേപ്പ്, ലെങ്ത് ഗ്രേഡ് കട്ട് ഷേപ്പ്, ലെങ്ത് ആൻഡ് കട്ട്. ഏതായിരുന്നു ആൻസർ? സി അല്ലേ, ലെങ്ത് ഗ്രേഡ് കട്ട് ഷേപ്പ്. ലെങ്ത്തിന്റെ ബേസിസിൽ, ഗ്രേഡിന്റെ ഷേപ്പിൽ, കട്ടിന്റെ ബേസിൽ, ഷേപ്പിന്റെ ബേസിസിൽ. ഓക്കെ, ഇത് ഏത് ചോദിച്ചായിരുന്നു? നമ്മുടെ 2025 നടന്ന നമ്മുടെ വെൽഡറിന്റെ പരീക്ഷയിൽ കേട്ടോ. വെൽഡറിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ട് സാധനം. സിമ്പിൾ ആയിരുന്നു. 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത റാസ്പ് കട്ട് ഫയൽ അവൈലബിൾ ഓൺലി ഇൻ, ഏത് ഷേപ്പിലാണ് റാസ്പ് കട്ടുകൾ അവൈലബിൾ ആയിരിക്കുന്നത്? റൗണ്ട്, റെക്ടാംഗുലർ, ഹാഫ് റൗണ്ട്, സ്ക്വയർ. ഏതായിരുന്നു? ഇപ്പൊ കണ്ടതേ ഉള്ളൂ. റാസ്പ് കട്ട് അവൈലബിൾ ഇൻ പറഞ്ഞേ. ഹാഫ് റൗണ്ട് അല്ലെ, ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. റാസ്പ് കട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലെതർ, വുഡ്, അതുപോലെ തന്നെ അതർ സോഫ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും ചുമ്മാ അറിയാൻ തോന്നുന്നു. വിച്ച് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ഡൈസിംഗിങ്, എൻഗ്രേവിംഗ് ആൻഡ് സിൽവർ സ്മിത്ത് വർക്ക്? ഏതാ ഉപയോഗിക്കുന്നത്? ബാരറ്റ്, ക്രോസിംഗ്, ടിങ്കർ, റിഫ്ലർ. ഏതാ ഉപയോഗിക്കുന്നത്? കുഴപ്പമില്ല, തെറ്റാണെങ്കിലും കുഴപ്പമില്ല. ഓർമ്മയുണ്ടോ? ഫിറ്ററിന്റെ ടെക്സ്റ്റിലുള്ള സാധനമാണ്, നമുക്ക് ചുമ്മാ കണ്ടപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. വിച്ച് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ഡൈസിംഗിങ്, എൻഗ്രേവിംഗ് ഇൻ സിൽവർ സ്മിത്ത് വർക്ക്? ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. റിഫ്ലർ ഫയലാണ്, റിഫ്ലർ ഫയൽ. ചുമ്മാ അറിഞ്ഞിരിക്കുക. ചുമ്മാ ഇത് ഇങ്ങനെയൊക്കെ അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഫയൽ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫയലിനെ കുറിച്ച് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, വിച്ച് ഫയലാണ് ഡൈസിംഗിങ്ങിനും എൻഗ്രേവിങ്ങിനും സിൽവർ സ്മിത്ത് വർക്കുകൾക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിഫ്ലർ ഫയലാണ്, റിഫ്ലർ. നമുക്ക് അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് വൈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഹാൻഡിൽ ആൻഡ് എ സ്മോൾ ക്വാളിറ്റി ചക്ക് അറ്റ് ഓൺ എൻഡ്? അതായത് ഈ ഒരു വൈസിന്റെ പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയപ്പെടുന്ന ഒരു അറ്റത്ത് ഒരു കോളറ്റും കാണും, അതുപോലെ തന്നെ ഒരു ചക്കും കാണും. അങ്ങനെയുള്ള സാധനത്തിന്റെ പേരെന്താണ്? ഹാൻഡ് വൈസ് ആണോ, പിൻ വൈസ് ആണോ, പൈപ്പ് ആണോ, ടൂൾ മേക്കർ വൈസ് ആണോ? ഏതായിരുന്നു? ഇതൊന്ന് മിസ്സായ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ഇല്ലേ, പിന്നല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. പിന്നല്ലേ, പിൻ വൈസ്. ഓക്കെ, പിൻ വൈസ്. നോക്കാം, വിച്ച് മെറ്റീരിയൽ ഇസ് യൂസ്ഡ് ടു മേക്ക് ഹാക്സോ ബ്ലേഡ്? ഹാക്സോ ബ്ലേഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ. ഏതാണ് ആൻസർ? ഹാക്സോയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ. ഹാക്സോ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ കണ്ടില്ലായിരുന്നോ?
ആ HSS അല്ലേ, HSS. അല്ലെങ്കിൽ ഏതാ ഉപയോഗിക്കുന്നത്? ലോ അലോയ് സ്റ്റീൽ കേട്ടോ, ലോ അലോയ് സ്റ്റീൽ, LA എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കണ്ടായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയത്. ഹാക്സോ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒന്നെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ അല്ലെങ്കിൽ LA എന്ന് പറയും കേട്ടോ, LA അല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീൽ. അത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഹാക്സോ ബ്ലേഡുകൾ ഉണ്ടാക്കും. ഓക്കെ, വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് റിമൂവിംഗ് എക്സസ് മെറ്റീരിയൽ ലെയർ ബൈ ലെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചിസൽ ആൻഡ് ഹാമർ? ചിസലും ഹാമർ ഉപയോഗിച്ചിട്ട് എക്സസ് ഓഫ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് എന്താണ്? ഫയലിംഗ്, ഹാക്സോയിങ്, ചിപ്പിംഗ്, ഷിയറിംഗ്, ഏതാണ്? ചിസൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതാ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ ചേർക്കുന്നത്? ചിസൽ ഉപയോഗിച്ചിട്ട് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? കേൾക്കുക കേട്ടോ, ചിപ്പിംഗ് ആണ്. ചിപ്പിംഗ് വേറെ ഒന്നുമില്ല അതിനകത്ത്. ചിപ്പിംഗ് നോക്കാം. വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് നാരോ ഗ്രൂവ്സ്? ഇത് നമ്മൾ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നാരോ ഗ്രൂവ്സ് ആംഗിൾ അബൌട്ട് 10 ഡിഗ്രി, 10 ഡിഗ്രീനെ കട്ടിയും എബോ ആയിട്ട് ഒരു 10 ഡിഗ്രി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് ടൈപ്പാണ് വരുന്നത്? പണ്ടെപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു, നൈഫ് എഡ്ജ്, ട്രയാംഗുലർ, സ്ക്വയർ, ഫ്ലാറ്റ് ഫയൽ. പണ്ടെപ്പോഴും കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. 10 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏതാ ഉപയോഗിക്കുക? നൈഫ് എഡ്ജ് അല്ലേ, നൈഫ് എഡ്ജ്. അതേ സമയം ഇത് 10 ഡിഗ്രി അല്ല 60 ഡിഗ്രി ആണ് തന്നിരിക്കുന്നെങ്കിൽ ഏതടിക്കും? 60 ഡിഗ്രി ആണെങ്കിൽ ഏതടിക്കും? 10 ഡിഗ്രി അല്ല ക്വസ്റ്റ്യൻ എങ്കിൽ 60 ഡിഗ്രി ആണെങ്കിൽ ഏതടിക്കും? ഇതാണ് ഓപ്ഷൻ, ഈ നാലും തന്നെയാണ് ഓപ്ഷൻ. ഏതായിരുന്നു ആൻസർ? 60 ഡിഗ്രി വരുന്ന സമയത്ത് ട്രയാംഗുലർ അടിക്കും, 10 ഡിഗ്രി വരെയാണെങ്കിൽ നൈഫ് എഡ്ജ് അടിക്കും. ഇതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്, ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല, എന്നാലും ചുമ്മാ അറിഞ്ഞിരിക്കുക. ഫയൽ എന്ന് പറഞ്ഞ ഹെഡിങ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഇതാക്കാം. ഇത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ഇതായിരുന്നു ക്രോസ് പീൻ എന്ന്. ഇത് പറഞ്ഞ അക്കോർഡിംഗ് ടു ദ ഗ്രേഡ് വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ? ഏതായിരുന്നു? ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽസിന്, അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് ഹെവി റിഡക്ഷന് വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? റഫ് ആണോ, സെക്കൻഡ് കട്ട് ആണോ, ബസ്റ്റാർഡ് ആണോ, സ്മൂത്ത് ആണോ? ബസ്റ്റാർഡ് അല്ലേ, ഹെവി റിഡക്ഷന് വേണ്ടിയിട്ട് ഇതാക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഇതും കണ്ടായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഏതായിരുന്നു? ഹാൻഡിൽ റിജിഡ് ആയിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? ഹാൻഡിൽ റിജിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? ഐഹോൾ ആണോ, ചീക്കാണോ, പീനാണോ, വെഡ്ജാണോ? ഐഹോൾ ആണ്. നമ്മൾ അന്നും പറഞ്ഞായിരുന്നു ഐഹോൾ ആണ്. വിച്ച് പാർട്ട് ഓഫ് ഹാമറിന്റെ പാർട്ടാണ് ചോദിക്കുന്നത്. വെഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഹാമറിന്റെ പാർട്ടേ അല്ല, നിങ്ങൾ പുറത്തുനിന്ന് നിന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഹാമറിന് ആ കൂടെ രണ്ട് പാർട്ടേ ഉള്ളൂ, ഒരെണ്ണത്തിന് ഹെഡ് എന്നും മറ്റൊരെണ്ണത്തിന് ഹാൻഡിൽ എന്നും പറയും. ഈ ഹെഡിനകത്ത് വരുന്ന പാർട്ടാണ് ഈ ഐഹോൾ എന്ന് പറഞ്ഞ സാധനം. ഐഹോള്, അതുപോലെ തന്നെ നമുക്ക് ചീക്ക് എന്ന പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫേസ് ഉണ്ട്, പീനുണ്ട്. ഇത്രയും പോർഷനാണ് നമുക്ക് ആ കൂടെ എന്തിലിരിക്കുന്ന ഹെഡിലെ പോർഷൻ. പിന്നെ ബാക്കി ഫുള്ളും എന്തായിരുന്നു? ഹാൻഡിൽ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അതിനകത്ത് യാതൊരു രീതിയിലും വെഡ്ജ് എന്ന് പറഞ്ഞ പോർഷനെ വരുന്നില്ല. വിച്ച് പാർട്ട് ഓഫ് ഹാമർ എന്നുള്ള രീതിയിലാണ് ചോദ്യം കേട്ടോ. മോഡേൺ ആണ്. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഏതില്? നമ്മുടെ വെൽഡറിൽ ചോദിച്ചിരിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മറ്റേത് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി കണ്ടു, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ 3 മാർക്ക്. അപ്പൊ നമ്മുടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. 3 മാർക്കിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. ഇനി ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?